ആ ഭഗവതാശ്രയം നമ്മുടെ ജീവിതത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശ്വരനെ പറ്റി 4 വാക്ക് പറയാനും നിങ്ങൾ ഈശ്വരനെ ആശ്രയിക്കൂ എന്ന് മറ്റുള്ളവരോട് സങ്കോചം കൂടാതെ പറയാനും നമുക്ക് തോന്നണ്ടേ? നമ്മുടെ നിത്യം ഉപയോഗിക്കുന്ന ഭാഷയിൽ, അത് മക്കളോടായാലും ഭാര്യാഭർത്താക്കന്മാർക്കിടയിലായാലും സ്നേഹിതന്മാരുടെ ഇടയിലായാലും ഈശ്വരന് എത്രത്തോളം സ്ഥാനം കൊടുത്ത് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു ആത്മപരിശോധനയാണ്. ഈശ്വരന് സ്ഥാനം കൊടുക്കാതെയുള്ള സംസാരത്തിന് ഒരു വിലയില്ല, അധക്കരമാണത്. അപ്പോൾ ഈ കുട്ടി ഇവിടെ പറയുകയാണ്, മതിർന്ന കൃഷ്ണേ പരതസ്വതോവ മിഥോഭിപദ്യേത ഗൃഹവ്രതാനാം. ഗൃഹവ്രതാനാം, ആ വാക്കിന് വേദവ്യാസ മഹർഷിക്ക് പ്രത്യേകം സമ്മാനം കൊടുക്കണം. ഗൃഹമാണത്രേ ഗൃഹവാസികളുടെ വ്രതം. അവർക്കൊരൊറ്റ വ്രതമേ ഉള്ളൂ. അവർ പറയും ഏകാദശി വ്രതം, ദ്വാദശി വ്രതം എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ ഉള്ളിൽ മുഴുവൻ കിടക്കുന്നത് ഗൃഹവ്രത. എന്താ ഈ ഗൃഹവ്രതം? എൻ്റെ ഗൃഹത്തിൽ ജനിച്ചവരെല്ലാവരും നന്നായിരിക്കണം, അവർക്ക് വയറ് നിറയെ തിന്നാൻ കിട്ടണം, ശരീരത്തിൽ ധാരാളം ഉടുക്കാൻ വേണം, ഇരിക്കാൻ നല്ല കെട്ടിടം വേണം, ഭോഗവസ്തുക്കൾ ധാരാളം വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ വിട്ടിട്ട് പോകേണ്ടതാണെന്നൊരു തോന്നൽ ആർക്കുമില്ല. ഇവിടെ നിങ്ങൾ എന്തെല്ലാം സമ്പാദിച്ചാലും ഈ സമ്പാദിച്ചത് ഒരൊറ്റ സാധനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. കയ്യിലുള്ള മോതിരം എങ്ങാനും അഴിക്കാൻ വിട്ടുപോയാൽ സംസ്കാരത്തിന് വന്ന സമയത്ത് പുരോഹിതനെങ്കിലും അത് അഴിച്ച് ഉടമസ്ഥൻ്റെ കയ്യിൽ കൊടുക്കും. അതാണ് പതിവ്. ഒരു സാധനവും നമ്മൾ സമ്പാദിച്ചത് നമ്മുടെ കൂടെ വരില്ല. മാനം മറയ്ക്കാൻ എന്ന് പറഞ്ഞ മാതിരി ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടാവുമല്ലോ, വല്ല കോടിയൊക്കെ ഒന്ന് പുതച്ച് തീയിട്ട് ദഹിപ്പിച്ച് കളയുക. ഇതാണ് എല്ലാവരും ചെയ്യുക. ഒറ്റ സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നിട്ടും ഈ ഗൃഹം തന്നെയാണ് അവരുടെ വ്രതം. ഗൃഹത്തിൽ നമ്മൾ വസിക്കുന്നത് എന്തിനാ? ശരീരത്തിന് താമസിക്കാനാണ് ഗൃഹം. ശരീരത്തിൽ അധിവസിക്കുന്നതോ പരമാത്മാവും പരമേശ്വരനുമാണ്. അപ്പോൾ വാസ്തവത്തിൽ മനുഷ്യൻ ഗൃഹവാസം നടത്തുന്നത് എന്തിനാ? ഗൃഹത്തിൽ വസിക്കുന്ന ഈ ശരീരത്തിൽ അധിവസിക്കുന്ന ഈശ്വരനുണ്ടല്ലോ, അതാരാണ്, എന്താണ് എന്ന് പറഞ്ഞ് ഈശ്വരാന്വേഷണം നടത്തി ആ ഈശ്വരനിൽ നിന്ന് സ്ഥിരമായ ഒരു ആലിംഗനം നുകർന്നുകൊണ്ട് കഴിയാനാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഗൃഹവാസം. ഇതിന് ഉതകണില്ല ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീടിനെ പറ്റി എന്തു പറയണം? ഭാഗവതത്തിൻ്റെ ഭാഷയിൽ അത് പാമ്പിൻ്റെ പൊത്താണെന്നാണ് പറയുക. പാമ്പിരിക്കാനുള്ള പൊത്ത് മരത്തിലുള്ള പൊത്ത് പോലെയാണ്. ഏതെങ്കിലും മഹാജനങ്ങളെയോ മഹാത്മാക്കളെയോ വിളിച്ചിരുത്തി അവരുടെ കാല് കഴുകി എന്തെങ്കിലും നല്ല വാക്ക് സത്സംഗം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറയാൻ ഒരു തവണയെങ്കിലും പുറപ്പെടാത്ത ഗൃഹവാസികൾ അവരുടെ ഗൃഹവും വാസവും ഒക്കെ പാമ്പിൻ പൊത്തിലുള്ള പാമ്പ് വസിക്കുന്നത് പോലെയാണ്. അത്രത്തോളം തുറന്നാണ് ഭാഗവത കർത്താവ് പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയണത് എന്താ? പ്രഹ്ലാദൻ മിഥോപിപദ്യേത ഗൃഹവ്രതാനാം. അങ്ങനെയുള്ള ഗൃഹവാസികൾക്ക് ജനിച്ച കുട്ടിക്ക് ഈ ഭക്തി ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ അങ്ങയുടെ മകനല്ലേ, അങ്ങ് മഹാവിഷ്ണുവിനെ എതിർക്കുന്ന ആളെ ശത്രുവായി കരുതുന്ന ആളാണല്ലോ. അപ്പം അങ്ങയ്ക്കുള്ള കുട്ടിക്ക് എങ്ങനെയാണ് ഹരിഭക്തി ഉണ്ടാവുക? പിന്നെ അങ്ങായിട്ട് വല്ലവരുടെ കയ്യിൽ നിന്നും എനിക്ക് ഈ ഭക്തി ഉണ്ടാവാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നച്ഛ, മതിർന്ന കൃഷ്ണേ പരതസ്വതോവ. സ്വന്തമായിട്ടും ഹരിഭക്തി ഉണ്ടാവില്ല, കൃഷ്ണഭക്തി വേറെ ഒരാൾ പറഞ്ഞിട്ടും ഉണ്ടാവില്ല. ഈ ഗൃഹവ്രതികളുടെ കൂട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അദാന്തഗോഭിഹി വ്രജതാം തമിശ്രം. ഈ ഗൃഹവാസികൾ എങ്ങനത്തെവരാ? ഇതാണ് മൂല്യാങ്കണം, വിലയിരുത്തൽ. ദിസ് ഈസ് ആക്ച്വലി ആൻ ഇവാലുവേഷൻ ഓഫ് ദ ഓർഡിനറി ഹൗസ് ഹോൾഡ് ലൈഫ്. ഇതാണ് ഇവാലുവേഷൻ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഇവാലുവേഷൻ. അദാന്തഗോഭിഹി വ്രജതാം തമിശ്രം. വീട്ടിലിരിക്കുന്നുണ്ട്, അവിടെ ഇലക്ട്രിക്കൽ ഇലൂമിനേഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും മനസ്സിലും ബുദ്ധിയിലും പരിപൂർണമായിട്ട് അന്ധകാര കൂരി ഇരുട്ടാണ്. ആ കൂരി ഇരുട്ട് ജനിപ്പിക്കുന്നതും വളർത്തുന്നതും പരിരക്ഷിക്കുന്നതുമാണ് വീട്. അദാന്തഗോഭിഹി. എന്താ കാരണം? ഈ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ 5 എണ്ണം, അതിന് അനുഭവിക്കാനുള്ളതാണ് ഈ ലോകവസ്തുക്കൾ. അതിന് ഒരടക്കവും ഇല്ല. എത്രയെല്ലാം തിന്നു കഴിഞ്ഞു. ഇന്നലെയും തിന്നു, മിനിഞ്ഞാന്നും തിന്നു, അതിന് മുമ്പും തിന്നു. വർഷങ്ങളായി ഭുജിച്ച് കഴിഞ്ഞുകൂടുക. ഇപ്പോഴും ഇന്നും നമുക്ക് തിന്നണം എന്നുള്ള തോന്നലേ ഉള്ളൂ. അദാന്തഗോഭിഹി വിശതാം തമിശ്രം പുനഃ ചർവിത ചർവണാനാം. ചർവിത ചർവണം എന്നുള്ള പ്രയോഗം വളരെ വിശേഷപ്പെട്ടതാണ്. നമ്മുടെ വായിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ചവച്ചത് തന്നെ ചവയ്ക്കുക, കണ്ടത് തന്നെ കാണുക, കേട്ടത് തന്നെ കേൾക്കുക. ഇതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഇതിനെല്ലാം കാരണമോ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം. അത് നീങ്ങാനായി നമ്മളൊന്നും ചെയ്യുന്നില്ല. കുറച്ച് സത്സംഗം കേൾക്കാനോ വായിക്കാനോ മറ്റു പ്രകാരത്തിൽ സംസർഗത്തിനോ നമ്മൾ പോകുന്നില്ല. നല്ല കാര്യം പറഞ്ഞ് കേൾക്കണില്ല. അങ്ങനെയുള്ളവർക്ക് എന്താ വരുന്ന ദോഷം? നതേ വിദുഹു സ്വാർത്ഥഗതിം ഹി വിഷ്ണും
ദുരാശയാ യേ ബഹിരർത്ഥമാനിനഃ, അവർ മനസ്സിലാക്കുന്നില്ല. നതേ വിദുഹു, എന്ത് മനസ്സിലാക്കുന്നില്ല? സ്വാർത്ഥഗതിം ഹി വിഷ്ണും. ഈ മാതിരിയുള്ള പദപ്രയോഗങ്ങളുണ്ടല്ലോ, എൻ്റെ ശ്രോതാക്കൾ ഇതൊന്ന് നല്ലപോലെ മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. മഹാവിഷ്ണു എന്ന് പറയുന്നത് ആരാ? സ്വാർത്ഥഗതിയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമോ അത്യുന്നതമോ ആയിരിക്കുന്ന നേട്ടം എന്തുണ്ടോ ആ നേട്ടം പ്രദാനം ചെയ്യാൻ തയ്യാറായി ജാഗരൂകനായി നിൽക്കുന്ന ഒരു മഹാപ്രഭുവാണ്. പരമകല്യാണ നിധിയാണ് അദ്ദേഹം. അങ്ങനെ പരമകല്യാണ നിധിയായിരിക്കുന്ന ഈ മഹാവിഷ്ണു ഉണ്ടല്ലോ, ആ മഹാവിഷ്ണു നമ്മുടെ ജീവിതത്തിന് സാഫല്യമണയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സാന്നിധ്യമാണ് എന്ന് ഗൃഹസ്ഥന്മാർ മനസ്സിലാക്കുന്നില്ലല്ലോ എൻ്റെ പൊന്നച്ഛ. പ്രഹ്ലാദൻ്റെ പരിതാപമാണത്, മനോവേദനയാ പറയുന്നത്. നതേ വിദുസ്വാർത്ഥഗതിം ഹി വിഷ്ണും ദുരാശയായേ ബഹിരർത്ഥമാനിനഃ. അതിനുള്ള കാരണം എന്താ? ഞാൻ പറഞ്ഞു ഭാഗവതം ഒരു ശാസ്ത്രമാണെന്ന്. ശാസ്ത്രം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എന്ത് പറയുമ്പോഴും ആ പറയുന്നത് അർത്ഥവത്താണ്, അതിന് ഇന്നതാണ് കാരണം, ഇന്നതാണ് ഇതിന് അടിസ്ഥാനം എന്ന് പറഞ്ഞ് ബുദ്ധിയെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വേണം പ്രസ്താവനകൾ ഓരോന്നും കൊണ്ടുവരാൻ. അപ്പം മഹാവിഷ്ണുവാണ് സ്വാർത്ഥഗതി എന്ന് പറഞ്ഞു, അത് മനസ്സിലാവുന്നില്ല. എന്താ അതിന് കാരണം? ദുരാശയ. മനസ്സിലുള്ളത് മുഴുവൻ നല്ല ആശയല്ല, ദുരാശയാണ്. നശ്വരമായിരിക്കുന്ന ലോകം, നശ്വരദേഹം, ആ നശ്വരദേഹവും നശ്വര ലോകവും തമ്മിലുള്ള സമ്പർക്കം കൊണ്ടുണ്ടാവുന്നത് മുഴുവൻ നശ്വര നേട്ടങ്ങളാണ്. എന്നാലും പിന്നെ അതിൻ്റെ പിന്നാലെ പോവുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവണം, കണ്ടിട്ടില്ലെങ്കിലും. ഈ നായ്ക്കളുണ്ടല്ലോ, ഈ നായ്ക്കൾക്ക് എല്ലിനോടും മാംസത്തിനോടും വലിയ താല്പര്യമാണ്. എങ്ങാനും ഒരു എല്ല് ചിലപ്പോഴൊക്കെ ഈ വിളപ്പിലും പറമ്പിലുമൊക്കെ കാണും. ആ എല്ലാം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നായ നാവ് കൊണ്ട് ഇങ്ങനെ നക്കും, നക്കി ആ നക്കി കുറച്ച് കഴിഞ്ഞാൽ നാവിന്ന് ചോര വന്നു കൊടുക്കും. ആ ചോര പിന്നെയും നക്കും, അതിൻ്റെ വിചാരം എല്ലിന്ന് ചോര വന്നു എന്നാ. എന്നിട്ട് നക്കി ആ നാവ് അങ്ങോട്ട് കേടുവരുന്നവരെ നിൽക്കും. ഇതുമാതിരിയാണ് മനുഷ്യൻ്റെ സ്വഭാവമെന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളിത് രസിച്ച് കേൾക്കുമോ, ഒരു വിവേകം ജനിപ്പിക്കുന്നതാണ് എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമോ, അതോ ഈ സ്വാമിജി എന്തിനാ ഇത്ര ലോകജീവിതത്തിന് ദുഷിക്കണേ എന്ന് തോന്നിപ്പോവോ എന്നെനിക്കൊരു സംശയം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. എന്നാലും ഞാൻ പറയുന്നു, ഞാൻ അങ്ങനെ സംശയിക്കുന്ന ആളല്ല. അഗ്നി ചൂടാണ് എന്ന് പറയാൻ ഒരൊറ്റ ആളോടും ചോദിക്കണ്ട, അഗ്നി ചൂട് തന്നെയാണ്, ഐസ് തണുപ്പാണെന്ന്. അതുപോലെ വേണം ശാസ്ത്രങ്ങളും ശാസ്ത്രാർത്ഥങ്ങളും ശാസ്ത്രോദ്ദേശങ്ങളും വ്യക്തമാക്കാൻ വേണ്ടി. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം പറഞ്ഞതുപോലെ, വേദവ്യാസ മഹർഷി എഴുതിയതുപോലെ, ശുകമഹർഷി പരീക്ഷത്തിനെ ഉദ്ബോധിപ്പിക്കുന്നത് പോലെ മരണഭയം നീക്കി അമർത്യനാക്കി തീർക്കാൻ, അമരപദത്തിൽ അണയ്ക്കാൻ വേണ്ടി ശുകമഹർഷി പറയുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യോത്സവം വേണം നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾക്ക് സാഫല്യവും സൗഭാഗ്യവും അനുഭവിക്കാൻ സാധിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്വാമിജി ഇതിന് അർത്ഥം പറയണത്. ദുരാശയായേ ബഹിരർത്ഥമാനിനഃ. നമ്മുടെ ഉദ്ദേശം, ലക്ഷ്യം മുഴുവനും പുറത്താണ്, അകത്തൊന്നുമില്ല എന്നൊരു തോന്നൽ. അപ്പോൾ എവരിബഡി ഹാസ് ഗോട്ട് എൻ ഒബ്ജക്റ്റീവ് വിച്ച് ഹാസ് ഇറ്റ്സ് ഫോക്കസ് ഔട്ട്സൈഡ്, പുറമെയാണ്. ഇത് മുഴുവൻ അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സാണല്ലോ, മനസ്സിലാണല്ലോ സുഖം. ആ മനസ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുഖം പ്രദാനം ചെയ്യാൻ ശക്തമാണ്. കണ്ണടച്ച് ധ്യാനിച്ച് മനസ്സ് ആത്മാവിൽ ലയിക്കുമ്പോൾ പരമാനന്ദമല്ലേ. അപ്പം അതിനുവേണ്ടി പരിശ്രമിച്ചുകൂടെ? അപ്പം ആനന്ദം ഉടലെടുക്കുന്നതോ ഉളവാകുന്നതോ നിർഗളിക്കുന്നതോ എവിടുന്ന? ഉള്ളിൽ നിന്ന് മാത്രമാണ്. അത് ഭോഗികൾക്കും ഗൃഹസ്ഥന്മാർക്കും എല്ലാവർക്കും തുല്യമാണ് ഈ പറയുന്ന പ്രസ്താവന. അതും എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കണം. അപ്പോൾ എന്നാൽ ഇവർക്കോ ബഹിരർത്ഥമാനിനഃ, അവർ വിചാരിക്കുന്നത് ഈ പുറം ലോകവും പുറം വസ്തുക്കളും മാത്രമാണ് ഗണ്യം. ഒരാൾക്ക് എത്ര സ്വർണമുണ്ട്, എത്ര പണ്ടമുണ്ട്, അവരുടെ വീട് എത്ര ഗംഭീരം, എത്രത്തോളം മണിമാളികയായി, കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയോ എന്നിങ്ങനെയുള്ള ബാഹ്യവസ്തു ഗണനയും പരിശോധനയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തു വരണു? ദുരാശയ ഏ ബഹിരർത്ഥമാനിനഃ. മനസ്സിൽ നിന്ന് ഈ തെറ്റായിട്ടുള്ള ആശ നീങ്ങണില്ല. അന്ധായഥാ അന്ധൈരുപരീയമാന. കുരുടന്മാർ, ഒരു കുരുടൻ വേറൊരു കുരുടൻ്റെ കൈ പിടിച്ച് ഞാൻ തന്നെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് പോവുക. തന്നെ പോയാൽ 2 കാലരടി വീഴുകയുള്ളൂ. വേറൊരു കുരുടൻ്റെ കയ്യിൽ പിടിച്ചാൽ 4 കാലരടി വീഴും. അതവർ മനസ്സിലാക്കണില്ല. ഈ പിടിച്ചിട്ടുള്ള ആൾക്ക് കണ്ണ് കാണുമോ ഇല്ലേ എന്നുള്ളത് ഇവർക്ക് അറിയില്ല. അപ്പോൾ കുരുടൻ മറ്റൊരു കുരുടനെ നയിക്കുന്നത് പോലെ വാചീഷതന്ത്യാം ഉരുദാം നിബദ്ധാഹ. എന്താ അതിനർത്ഥം? നമ്മുടെ വേദങ്ങൾ പല വിധത്തിലുള്ള കർമ്മമുറകൾ പ്രതിപാദിക്കുന്നുണ്ട്.
ആ കർമ്മമുറകൾ പ്രതിപാദിക്കുന്നതൊന്നും അവസാനം പ്രയോജനമില്ല എന്ന് ഉപനിഷത്ത് ഭാഗത്തിൽ പറയുന്നുണ്ട്. അത് കേൾക്കാൻ അവർക്ക് തയ്യാറില്ല. അപ്പോൾ ഒരു കുരുടൻ മറ്റുള്ള കുരുടനെ നയിക്കുന്നത് പോലെയാണ് ഈ ഗൃഹസ്ഥന്മാരുടെ സമ്പ്രദായം. അതുകൊണ്ട് തന്നെ പൊന്നച്ഛ, അങ്ങയുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ അങ്ങയുടെ ബന്ധുബാന്ധവന്മാർ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ടോ കിട്ടിയിട്ടുള്ളതല്ല. ഇത് പിന്നെ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. എൻ്റെ മനസ്സിൽ തോന്നണത് നൈഷാമതി സ്ഥാപതുരുക്രമാഘ്രിം വിശത്യനർത്ഥാപഗമോ യഥർത്ഥ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം നവൃണീതയാവത്. അപ്പം ഗൃഹവ്രതന്മാർ, ഗൃഹവാസികൾ, അവരുടെ ഉള്ളിൽ ഒരു ഈശ്വരഭക്തിയോ ആ ഭക്തിയെ തുടർന്നുള്ളതായ നിഷ്ഠയോ താത്പര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഭക്തി ഉണ്ടാവാനുള്ള വഴി എന്താ? പ്രഹ്ലാദൻ്റെ ഭാഷ ഇതാണ് ഭാഗവതത്തിൻ്റെ സന്ദേശം. ഭാഗവതം സജ്ജനങ്ങൾക്കും സജ്ജന സംസർഗത്തിനും വളരെയധികം മുൻതൂക്കം കൊടുക്കുന്നതാണ്. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പരമഭക്തന്മാർ, ഈശ്വരനെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർ. ആ ഈശ്വരനിൽ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർ അധികം താമസിക്കാതെ സന്യാസിമാരാവും. അപ്പോൾ ആ സന്യാസിമാരും സന്യാസിവര്യന്മാരുമായിരിക്കുന്നവരാണ് സജ്ജനങ്ങളിൽ അഗ്രഗണ്യന്മാർ. ആ സജ്ജനങ്ങളോടുള്ള സംസർഗം, ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി കാണുക, ആശ്രമങ്ങളിലൊന്ന് പോവുക, അവരെ നമസ്കരിക്കുക, അവരോട് 4 വാക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറയുക, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക, അവരുടെ സതുദ്ദേശങ്ങളിൽ പങ്കെടുക്കുക, സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ഞങ്ങൾക്കുമുണ്ട് ചെറിയൊരു പങ്ക് എന്ന് പറഞ്ഞ് അവരുടെ ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നിർവഹിക്കാൻ സഹായിക്കുക. അങ്ങനെയാണല്ലോ. നമുക്ക് വേണ്ടത് അവരുടെ ഉപദേശവും അനുഗ്രഹവുമാണ്. അവർക്ക് വേണ്ടതോ എന്തെങ്കിലും ഭക്ഷണമോ വസ്ത്രമോ, അവർ ചെയ്യുന്ന സത്കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ അതൊക്കെ നടത്തുക, അങ്ങനെയുള്ളതിന് സഹായിക്കുക. അങ്ങനെയുള്ള സംസർഗം വളരെ അത്യാവശ്യമാണ്. നൈഷാമതി സ്ഥാവതുരുക്രമാഘ്രിം വിശത്യനർത്ഥാപഗമോ യഥർത്ഥ. ഉരുക്രമാഘ്രിം, ഈ ഭഗവാന്റെ പാദങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭക്തിയോ ഒരു പ്രവേശനമോ ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? ഒരൊറ്റ വഴിയേ ഉള്ളൂ. മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം നവൃണീതയാവത്. ഈ പദങ്ങൾക്കൊക്കെ വളരെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നിങ്ങൾ തന്നെ വായിച്ച് ഗ്രഹിക്കേണ്ടതാണ്. ഇവിടെ ചില പ്രയോഗങ്ങളുണ്ട്. മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം നവൃണീത യാവത്. എത്രത്തോളം കാലം നിഷ്കിഞ്ചനന്മാർ, ഈ വാക്കിന് എന്താ അർത്ഥം? കിഞ്ചനന്മാർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തനിക്കുണ്ട് എന്ന് തോന്നുന്നവർ. ഈ ശരീരം ഇത് എൻ്റെ ആണെന്ന് വിചാരിച്ചാൽ കിഞ്ചനനായി അവൻ. എൻ്റെ കയ്യിലൊരു പെന്നുണ്ട്, എനിക്ക് കെട്ടാനൊരു വാച്ചുണ്ട്, എനിക്ക് ഇരിക്കാനൊരു വീടുണ്ടെന്ന് പറഞ്ഞാൽ കിഞ്ചനത്വം കൂടി കൂടി വരികയായി. അങ്ങനെ ഒന്നും തന്നെ ഇഹലോകത്തിൽ എൻ്റേതായിട്ടില്ല. ഈ ശരീരം പോലും ഞാൻ രൂപപ്പെടുത്തിയതല്ല. ഇത് നിലകൊള്ളുന്നത് ഭൂമിയിൽ. ഭൂമി എൻ്റെ അച്ഛൻ്റെ അല്ല, അമ്മയുടെ അല്ല. ഞാൻ ശ്വസിക്കുന്നത് വായു, അതെൻ്റെ അല്ല. കുടിക്കുന്ന വെള്ളം അതും എൻ്റെ അല്ല. അപ്പോൾ ഇവിടെ എൻ്റെ എന്ന് പറയാൻ ഒന്നുമില്ല. എൻ്റെ ശരീരമടക്കം എൻ്റെ അല്ല, മനസ്സടക്കം എൻ്റെ അല്ല. ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ സമ്പാദിക്കുന്നതോ നേടുന്നതോ ആയ കാര്യങ്ങൾ പിന്നെ എങ്ങനെ എൻ്റെ ആവും? അപ്പം നല്ല പരിശോധന കഴിച്ച് നോക്കിയാൽ ഇവിടെ ഈശ്വര എൻ്റേതായിട്ട് ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. എൻ്റെ അച്ഛനമ്മമാർ നിലനിന്നതും വീട് കെട്ടിയതും താമസിച്ചതും ഭൂമിയിലാണ്. ആ ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുക. ആ ഭൂഭ്രമണത്തിൻ്റെ പിന്നിൽ എൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരാരും അല്ലല്ലോ. സൂര്യൻ്റെ വെളിച്ചമോ ചൂടോ ചന്ദ്രപ്രകാശമോ ഋതുക്കളോ കാലാകാലത്തിലുള്ള വർഷങ്ങളോ ഇവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും തന്നെ നമ്മുടെ അല്ലല്ലോ. എൻ്റെ ശരീരവും എൻ്റെയല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് എൻ്റെ ഒന്നുമില്ല എന്നിങ്ങനെ വിചാരിച്ച് മമത, എൻ്റേത് എന്നുള്ള തെറ്റായ ധാരണയുണ്ടല്ലോ, ആ ധാരണ മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് ആ മനുഷ്യൻ നിഷ്കിഞ്ചനനാവുന്നത്. ശ്രീകൃഷ്ണൻ രുക്മിണിയോട് ഒരു സ്നേഹസല്ലാപ സമയത്ത് പറയുകയാണ്, ഞാൻ നിഷ്കിഞ്ചനാണെന്ന്. നിഷ്കിഞ്ചനത്വം ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ്. ആ ആൾ എന്തു വേണമെങ്കിൽ ചെയ്തോട്ടെ, എത്ര വേണമെങ്കിൽ ആണ്ടോട്ടെ മുതൽ, പക്ഷേ മനസ്സിൽ തോന്നണം ഇത് മുഴുവനും എൻ്റെ അല്ലാന്ന്. ഈശ്വരൻ സൃഷ്ടിച്ചു തന്നത്, പ്രകൃതി സംഭരിക്കുന്നത്, നിലനിർത്തുന്നത്. നമുക്കൊരു തുണ്ട് ഭൂമി ഉണ്ടാവാം. ആ ഭൂപദാർത്ഥങ്ങളെ കൊണ്ടാണ് വീട് കെട്ടുന്നത്. അതിൽ ഭൂമിയുടെ മുകളിൽ സഞ്ചരിക്കുന്ന വായുവാണ് നാം ശ്വസിക്കുന്നത്. മൾട്ടി സ്റ്റോറീഡ് മാൻഷൻസിൽ ജീവിക്കുന്നവർക്കും വായു എവിടെ നിന്നാണ് കിട്ടുന്നത്?
ആ വായുവിന് ആരും ഉടമസ്ഥനല്ല. ഭൂമിക്ക് പോലും വാസ്തവത്തിൽ നമ്മൾ ഉടമസ്ഥനല്ല. കാരണം രജിസ്റ്റർ ചെയ്ത ഒരു 4 സെൻറ്റോ 10 സെൻറ്റോ 5 സെൻറ്റോ ഭൂമി നമ്മൾ മേടിച്ചു. ആ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വീട് കെട്ടി താമസിക്കാൻ മാത്രമുള്ള അധികാരമേ ഉള്ളൂ. ആ ഭൂമി കുഴിച്ച് മറുപുറം വരെ എത്തിക്കാനുള്ള അധികാരം ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടില്ല. മുകളിലേക്ക് പോകാനുള്ള ശക്തിയുണ്ടോ? അതുമില്ല. പിന്നെ ഈ രജിസ്ട്രേഷൻ എന്താ അർത്ഥം? താമസ സൗകര്യത്തിന് വേണ്ടി നാം തന്നെ നിലവിൽ വരുത്തിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണെന്നേ ഈ രജിസ്ട്രേഷനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആരും ഊറ്റം കൊള്ളരുത്. എനിക്കൊരു കെട്ടിടമുണ്ട്, എനിക്ക് 10 സെൻറ്റ് ഭൂമിയുണ്ട്, അത് എൻ്റെ ആണെന്ന് ഇന്ന് മുതൽക്ക് പറയാതെ ആവണം. ഒന്നുമില്ല ഇവിടെ തൻ്റേത് എന്ന് പറയാൻ. അങ്ങനെ നിഷ്കിഞ്ചനന്മാരായിരിക്കുന്ന സന്യാസിമാരുണ്ടല്ലോ, അവരെ ചെന്ന് നമസ്കരിച്ച് അവരുടെ പാദധൂലിയിൽ തൻ്റെ ശിരസ് അഭിഷിക്തമാവണം. അവരെ പോയി നമസ്കരിച്ച്, ഇതൊരു ചമത്കാരമുള്ള ഒരു ഭാഷയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരെ പോയി നമസ്കരിച്ച് അവരുടെ പാദധൂലിയിൽ, ആ പാദപ്പൂമ്പൊടികളിൽ നമ്മുടെ തല അഭിഷിക്തമായി എന്നുണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ. എൻ്റെ പൊന്നച്ഛ, അങ്ങയുടെ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല എനിക്ക് കിട്ടിയത്, അങ്ങയുടെ ബന്ധുബാന്ധവന്മാർ പറഞ്ഞതുകൊണ്ടുമല്ല എനിക്ക് കിട്ടിയത്. എനിക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അങ്ങ് അറിയാത്തതായ ഒരു സത്യമുണ്ടാവും. അങ്ങ് അറിഞ്ഞ് അന്വേഷിച്ചത് കണ്ടുപിടിച്ചോളൂ എന്നുള്ള സൂചനയോട് കൂടിയിട്ടാണ് പ്രഹ്ലാദനിത് പറയണത്. നൈഷാം മതിസ്താവതുരുക്രമാഘ്രിം വിശത്യനർത്ഥാപഗമോ യദർത്ഥഃ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം നവൃണീതയാവത്. എനിക്കിതിലെ അവസാനത്തെ ഭാഗം വളരെ ഇഷ്ടമാണ്. നിഷ്കിഞ്ചനാനാം നവൃണീതയാവത് മഹീയസാം പാദരജോഭിഷേകം. മഹീയസാം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മഹാത്മാക്കൾ. മഹത്തായിരിക്കുന്ന ഒരു ലക്ഷ്യം, മഹത്തായിരിക്കുന്ന ഒരു മൂല്യം, മഹത്തായിരിക്കുന്ന ഒരു നേട്ടം ഉറ്റുനോക്കി ജീവിക്കുന്നവർ. ബാക്കിയുള്ള മൃഗങ്ങളെപ്പോലെയും പക്ഷികളെപ്പോലെയും മനുഷ്യ ശരീരം കിട്ടിയിട്ടും നാം ഒരു ദിവസം ചത്തു, ആരോ നമ്മളെ മറവ് ചെയ്തു അല്ലെങ്കിൽ സംസ്കാരം ചെയ്തു എന്നുള്ള ആ ഒരു നിലയല്ല. അതിന് മുൻപ്, അവസാനത്തെ പ്രാണൻ പോകുന്നതിന് മുൻപ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉൾമഹിമ, ഉൾമേന്മ, ഉൾപൂർണത നാം മനസ്സിലാക്കി ഗ്രഹിച്ച് ഉണർന്ന് പുണർന്ന് നുണഞ്ഞ് നുകർന്ന് ആസ്വദിച്ച് സാഫല്യം സൗഭാഗ്യം വരിക്കാൻ നമുക്ക് സാധിക്കണം. തൻ്റെ പൊന്നുമകനെ പ്രത്യേക ശിക്ഷണത്തിന് വേണ്ടി ഷണ്ടാമർക്കന്മാരുടെ അടുത്ത് പറഞ്ഞയച്ച് 2ാം തവണയും അവർ പരിശ്രമിച്ച് ഹിരണ്യകശിപു ആവശ്യപ്പെടുന്ന മാതിരിയുള്ള ഒരറിവ് മകന് പ്രദാനം ചെയ്തു കൊടുക്കാൻ പരിശ്രമിച്ചു. എന്നിട്ട് അതിൻ്റെ ഫലം എന്തായി എന്ന് ഔത്സുക്യത്തോടുകൂടി പരിശോധിച്ചു നോക്കിയ ഹിരണ്യകശിപുവിന് കിട്ടിയിട്ടുള്ള മറുപടിയാണത്. നിങ്ങളെല്ലാവരും കേട്ടു മകൻ എന്തു പറഞ്ഞു എന്ന്. 2 തവണ പരിശ്രമിച്ചിട്ടും എൻ്റെ മകൻ നന്നാവണില്ല എന്ന് കണ്ടപ്പോൾ ശത്രുപക്ഷത്തിൽ തന്നെയാണ് അവൻ, അവനെ വീട്ടിൽ പുലർത്തിയാൽ എനിക്ക് നാശമേ വരുള്ളൂ എന്ന് കണക്കാക്കി ഹിരണ്യകശിപു പറയുന്നത്. ഹിരണ്യകശിപുവിൻ്റെ പ്രതികരണം, ഒരു പിതൃമനസ്സിൽ ഇങ്ങനെയുള്ള പ്രതികരണം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നെടുക്കവും അതിനെ സംബന്ധിച്ചൊരു മൂല്യ നിർവചനവും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ അച്ഛൻ പറയണത് കേൾക്കൂ. അസുര ചക്രവർത്തി, പരോപ്യപത്യം ഹിതകൃത് യഥൗഷധം സ്വദേഹജോ അപ്യാമയവത്സുതോ അഹിതഃ ചിന്ത്യാത്തദംഗം യദുതാത്മനോഹിതം ശേഷം സുഖം ജീവതി യത് വിവർജനം. ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ യുക്തിസഹമായിട്ട് വേണം എന്തും അവതരിപ്പിക്കാൻ എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ മകൻ മകൻ്റെ ഭാഗം പറഞ്ഞു, ഇനി അച്ഛൻ അച്ഛൻ്റെ ഭാഗം പറയുക. ഇങ്ങനെ ഒരു മകനെ ഒരച്ഛൻ വെച്ചുകൊണ്ടിരിക്കണമോ പുലർത്തണമോ എന്നുള്ളതാണ് ചോദ്യം. ഹിരണ്യകശിപുവിന് അദ്ദേഹത്തിൻ്റെ യുക്തിയുണ്ട്. ആ യുക്തിയും കേൾക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമാണ്. ആരുടെ വായിൽ നിന്നും യുക്തി വരാമല്ലോ. അപ്പം അദ്ദേഹം പറയണു, പരോപ്യപത്യം ഹിതകൃത് യഥൗഷധം. സാധാരണ കഴിക്കുന്ന മരുന്ന്, ആരും ഇഷ്ടപ്പെടാത്ത മരുന്ന് നമ്മൾ കഴിക്കാറുണ്ട്. എപ്പോഴാണ് മരുന്ന് കഴിക്കുക? ശരീരത്തിന് രോഗം വന്നാൽ. അപ്പോൾ രോഗം വന്നാലും ഭക്ഷണത്തിൽ പെടാത്തതായ കയ്പുള്ളത്, സ്വാദില്ലാത്തത്, എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത സാധനം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേമാതിരി മറ്റുള്ളവരുടെ ഒരു കുട്ടി പരോപ്യപത്യം, അന്യന് ജനിച്ച അപത്യം സന്താനമാണെങ്കിലും ഹിതകൃത് യഥൗഷധം, നമുക്ക് പ്രയോജനപ്പെടുമെങ്കിലും നമുക്ക് സ്വീകരിച്ച് അഡോപ്റ്റ് ചെയ്ത് ദത്തെടുത്ത് വേണമെങ്കിൽ വളർത്തിക്കൊണ്ടുവരാം. മറിച്ചോ സ്വദേഹജോ അഭി ആമയവത് സുതോ അഹിതഃ,
തൻ്റെ അരക്കെട്ടിൽ നിന്ന് ജനിച്ചൊരു കുട്ടിയാണെങ്കിലും ഒരു സുഖക്കേട് പോലെ, അസുഖം പോലെ, അനാരോഗ്യം പോലെ ആയി തീർന്നാലോ ആ കുട്ടിയെ പിന്നെ നമ്മൾ ഇഷ്ടപ്പെടരുത്. എന്താ കാരണം? ചിന്ത്യാത്തദംഗം യദുദാത്മനോ അഹിതം, ചിന്ത്യാത്തദംഗം യദുദാത്മനോ അഹിതം. തനിക്ക് അഹിതമായി എന്ന് വന്നാൽ തൻ്റെ കൈയാവട്ടെ, കൈവിരലാകട്ടെ, കാലാകട്ടെ പഴുത്തു, അത് നിർത്തിയാൽ പിന്നെ ദേഹം മുഴുവനും പഴുക്കും എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചും പ്രമേഹ രോഗികളിൽ കാണാറുള്ളതാണ്. അത് മുറിച്ചങ്ങോട്ട് മാറ്റാറില്ലേ? അതേമാതിരി ചിന്ത്യാത് എന്നാണ് അച്ഛനവിടെ പറയണത്. അസുര ചക്രവർത്തി പറയുകയാണ്. ഉപായപ്പെട്ട ആളല്ല, സിംഹാസനത്തിലിരിക്കുന്ന ചക്രവർത്തി. പഠിപ്പുണ്ട്, പ്രതാപമുണ്ട്, അനുഭവമുണ്ട്, എല്ലാവിധത്തിലുള്ള യോഗ്യതകളുണ്ട്, ഉപദേശിക്കാനായിട്ട് ഉപദേഷ്ടാക്കളുമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പറയുന്നതാണ് തൻ്റെ അംഗം രോഗം വന്നു, അത് ബാക്കി ശരീരത്തിന് മുഴുവനും പേടിപ്പിച്ച് നിൽക്കുകയാണ്, ത്രട്ടൻ ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ആ അംഗത്തിനെ മുറിച്ച് കളയുന്നത് മാതിരി ഈ മകനെ മുറിച്ച് കളയുന്ന വേണ്ടത്. എന്താ കാരണം? ശേഷം സുഖം ജീവതി യദ്വിവർജനം. അപ്പോൾ ഈ മകൻ പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കും ബാക്കിയുള്ളവർക്കും സുഖമായിട്ട് ജീവിക്കാമല്ലോ. കാലിൻ്റെ മുട്ടിന് താഴെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു, ബാക്കിയുള്ള ഭാഗം സംരക്ഷിക്കാൻ വേണ്ടി. അതേമാതിരി ഈ മകനെ നശിപ്പിക്കുക തന്നെ, അവനെ അറുത്ത് കളയണം എന്ന് തീരുമാനിച്ചു അത്രേ. ആര്? ഹിരണ്യകശിപു, ജന്മം നൽകിയ അച്ഛൻ. ഒരു ഗൃഹത്തിൽ ഇതുവരെ എത്തിച്ചേരാം. അത് വെറും വീട്ടിലല്ല, ഒരു രാജധാനിയിൽ വരെ എത്തി ഈ കാര്യം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരും വിചാരിക്കരുത് എല്ലാവരുടെ വീട്ടിലും വളരെ സന്തോഷത്തോടും സൗഭാഗ്യത്തോടും കൂടിയാണ് ജീവിക്കുന്നതെന്ന്. ശരീരത്തിൻ്റെ നിലവാരത്തിൽ ഒരു പക്ഷേ എല്ലാവർക്കും ഊണ് കഴിക്കാൻ ധാരാളം ഉണ്ടാവാം, ഉറങ്ങാൻ നല്ല ഒരു കട്ടിലും കിടക്കിയും ഉണ്ടായി എന്ന് വരാം. എന്നാൽ മനോമണ്ഡലത്തിനെ പരിശോധിച്ച് നോക്കിയാൽ ആ മാതിരിയുള്ള ഒരു സുഖസമ്പൂർണതയുണ്ടെന്ന് ആരും വിചാരിക്കരുത്. അത് മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു മകനെ കൊല്ലാൻ തീരുമാനിച്ചു അച്ഛൻ. 7-ാമത്തെ സ്കന്ധം നമ്മളോട് പറയുന്നത്. ഉടനെ എന്തു ചെയ്തു? ഈ കുട്ടിയെ കൊല്ലു തന്നെ എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ചു. ആൾക്കാരെ വിളിച്ച് അതിനു വേണ്ടി ചട്ടം കെട്ടി എല്ലാവരെയും അയച്ചു. നിങ്ങൾ ചിലരൊക്കെ ചെങ്ങാതിയാണെന്ന് നടിച്ച് ഒരേ സോഫാ സെറ്റിലിരുന്ന് കടവയറ്റിൽ കത്തി കയറ്റാൻ നോക്കൂ, പാമ്പിനെ കൊണ്ട് കടിപ്പിക്കൂ, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇടൂ, സമുദ്രത്തിൽ വലിച്ചെറിയൂ, തീയിലിട്ട് പുകയ്ക്കാൻ നോക്കൂ, കല്ലെടുത്തിടൂ, പട്ടിണിയിടൂ, പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക, എന്ത് വേണോ അത് മുഴുവനും നിങ്ങൾ ചെയ്യിപ്പിച്ച് കൊല്ലാൻ നോക്കൂന്ന്. എല്ലാവരും പരിശ്രമിച്ചു, പരമാവധി പരിശ്രമിച്ചു. അസുര ചക്രവർത്തിയുടെ ആജ്ഞയാണ്. പലരും അത് ഇഷ്ടപ്പെട്ട് കാണില്ല, എന്നാലും ചക്രവർത്തി ആജ്ഞാപിച്ചാൽ ആ ആജ്ഞ ലംഘിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പരിശ്രമിച്ചു. സർവ പരിശ്രമവും വിഫലമായി, നിഷ്ഫലമായി. എന്താ അതിന് കാരണം? ഗോവിന്ദ പരിരംഭിത. സാക്ഷാത് ഗോവിന്ദൻ. വേദവാക്യങ്ങൾ കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന പരമചൈതന്യത്തെയാണ് ഗോവിന്ദൻ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗോഭിഹി വേദവാക്യൈഹി. വേദവാക്യങ്ങളെ കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വിന്ദതേ ഇതി ഗോവിന്ദ എന്നാണ് പറയുന്നത് ഗോവിന്ദ ശബ്ദത്തിന്. അപ്പോൾ ആ അന്തരാത്മാവിനാൽ ആലിംഗനം ചെയ്യപ്പെട്ടതിനാൽ ഒരു തരത്തിലുള്ള ആപത്തും ഈ പ്രഹ്ലാദന് പിണഞ്ഞില്ലത്രേ. ഇത്രയുമായപ്പോൾ അസുര ചക്രവർത്തിയുടെ മനസ്സ് പോലും കിടിലം കൊണ്ടു. എന്ത് എൻ്റെ അരക്കെട്ടിൽ നിന്ന് ജനിച്ച കുട്ടിയെ ഞാൻ തന്നെ വധിക്കാൻ വേണ്ടി പല വിധത്തിലും പരിശ്രമിപ്പിച്ചു. ആ പരിശ്രമങ്ങളെല്ലാം ഒന്നുവിടാതെ നിഷ്ഫലമായി എന്ന് വന്നാൽ ഈ കുറ്റം, ഈ തെറ്റ് ആരാണ് പൊറുക്കുക? എൻ്റെ മകൻ്റെ മനസ്സിൽ നിന്ന് ഇത് പോകുമോ? ഒരിക്കലും പോകില്ല. അപ്പോൾ പിന്നെ ഞാനിനി എന്തു ചെയ്യും? അവനെ കൊല്ലാതെ നിർത്തിയാൽ ഉപദ്രവമായി. എന്താണ് വേണ്ടത് എന്ന് പരിഭ്രമിച്ച് അരണ്ടു അത്രേ ഹിരണ്യകശിപു. ആ സമയത്ത് ചണ്ഡാമർക്കന്മാർ, പ്രഭോ അങ്ങ് ചക്രവർത്തിയല്ലേ, ചക്രവർത്തി സ്ഥാനത്തിൽ ഇരിക്കുകയല്ലേ, അങ്ങയുടെ പുരികമൊന്നങ്ങോട്ട് വിളഞ്ഞാൽ ദിഗ്ഗജങ്ങളും ദിഗന്ധങ്ങളും വരെ ഇളകിമറിയും. അങ്ങയ്ക്ക് എന്തിനായി പേടിക്കണത്? ഒരു മകനെ പേടിക്കണോ? പേടിക്കണ്ട, ഞങ്ങൾ കൊണ്ടുപോയി ഇനിയും പരിശ്രമിച്ച് നേരെയാക്കാൻ നോക്കാം. അവനിപ്പോഴും കുട്ടിയാണ്. കുട്ടിയുടെ ബുദ്ധി മുതിരുന്നതോടുകൂടി വളരെ മാറ്റങ്ങൾ വരും. കുട്ടിക്കാലത്തെ ഒരു ബുദ്ധി എന്നൊരു ബുദ്ധിയുണ്ട്, അത് അല്പബുദ്ധിയാണ്. അത് വളരും എന്ന് പറഞ്ഞ് ഒരു ആശയും ഒരു മോഹവും ഒരു അഷ്യൂറൻസ്, ഒരു വിശ്വാസവും ഒക്കെ കൊടുത്തു. ശരി എന്ന് പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞയച്ച സമയത്താണ് കുറച്ചും കൂടിയും പ്രായമായിട്ടുണ്ടല്ലോ പ്രഹ്ലാദന്. സഹപാഠികളെ വിളിച്ച് സംസാരിക്കും. എന്താ? ആചാര്യന്മാർ മൂത്രശങ്കയ്ക്കൊക്കെ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പോകുമ്പോൾ ഇന്നത്തെ കാലത്തെ മാതിരി സ്കൂളും കോളേജും അല്ലല്ലോ, അവരവരുടെ ഗൃഹങ്ങൾ തന്നെയാണ് പാഠശാലകളായിരുന്നത്.
ആർക്കാർക്കെല്ലാം പഠിപ്പിക്കണം തോന്നണോ ആ പഠിപ്പ് ഉള്ളിൽ നിറഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് ഒരുത്തൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവനവൻ്റെ തന്നെ ഗൃഹ കവാടങ്ങൾ തുറന്നിടുകയാണ്. സ്വന്തം കുട്ടികളോടൊപ്പം മറ്റുള്ള കുട്ടികളെയും ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അധ്യാപന രീതി ഇവിടെ ഭാരതത്തിൽ. അവർ പകലെല്ലാം ഒരു 5 മണിക്കൂർ നേരം പഠിക്കും. അത് കഴിഞ്ഞുള്ള സമയം ആ ഗൃഹജോലികളെല്ലാം ആചാര്യൻ്റെ ഗൃഹത്തിൽ ചെയ്യും. ആചാര്യൻ്റെ പത്നിക്ക് എന്തൊക്കെ വേണോ ചെയ്യും. അത് കാട്ടിൽ പോവുക, വിറക് കൊണ്ടുവരിക, പശുക്കളെ നോക്കുക, കറക്കുക, വെള്ളം കോരുക, എന്തെങ്കിലും അടിക്കണമെങ്കിലോ തുടയ്ക്കണമെങ്കിലോ മെഴുകണമെങ്കിലോ അതൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഒരു കുട്ടി പഠിപ്പ് മുഴുവനാക്കുന്നതോടുകൂടി ജീവിക്കാനുള്ള എല്ലാ പ്രവൃത്തികളും ബഹുമേഖലയിലുള്ള പ്രവൃത്തികളും വശാക്കിയ ഒരു സമ്പ്രദായമായിരുന്നു, ഒരു സാങ്കേതികമായിരുന്ന ഒരു വിദ്യയായിരുന്നു നമ്മുടെ പഠനം. അതുപോലെയല്ല ഇപ്പോൾ ഇതിന് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയും. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഗുരുവിൻ്റെ കൂടെ താമസിക്കുമ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ല ആവശ്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരും. അങ്ങനെ പോകുന്ന സമയത്ത് ഈ കുട്ടികളെ വിളിച്ചിരുത്തി പ്രഹ്ലാദൻ സംസാരിക്കുമത്രേ. ഈ പ്രഹ്ലാദനെ നിങ്ങളൊക്കെ പറയാം ഒരു റിംഗ് ലീഡറാണെന്ന്. ഞാൻ പറയണത് നല്ലൊരു വിദ്യാർത്ഥി നേതാവാണ്, മാതൃകാപരനായിട്ടുള്ളവർ. ആചാര്യന്മാർ പഠിപ്പിക്കുന്നതിൽ പല കോട്ടങ്ങളുമുണ്ട്. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്നതിൽ സുപ്രധാനമായ ധർമ്മവും ഒടുക്കത്തെ അവസാനമായിരിക്കുന്ന മോക്ഷവും വിട്ടുകളഞ്ഞ് അർത്ഥകാമങ്ങൾ മാത്രമേ പഠിപ്പിക്കൂ എന്ന് ഹിരണ്യകശിപു ഒരു ശാസന നൽകിയിട്ടുണ്ടായിരുന്നു. പ്രഹ്ലാദനത് മനസ്സിലായി. അവർ നല്ല കാര്യങ്ങളൊന്നും പറയണില്ല. അപ്പോൾ കുട്ടികളെ വിളിച്ചിരുത്തും. ഈ ആചാര്യന്മാർ പുറത്തു പോയിടത്ത് നിങ്ങളെല്ലാവരും വരൂ എൻ്റെ അടുത്തിരിക്കൂ, ഞാൻ പറയാം എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുകയാണ് ഈ ആചാര്യന്മാർ ചെയ്യുന്നത്. വേണ്ടതുപോലെ അറിയേണ്ടതും അത്യാവശ്യവുമായിട്ടുള്ള കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ നിന്ന് വിട്ടുകളയുക. എന്നിട്ട് തൊല്ലാപ്പും ഒക്കെ ഉള്ളത് പഠിപ്പിച്ചു തരികയാണ്. ആ വിട്ടുപോയ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം, എങ്ങനെയുണ്ടെന്ന് കേൾക്കൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം 1-2 തവണ കേട്ടതിന് ശേഷം ചെവി കൂർപ്പിച്ച കണ്ണും നെട്ടിരിക്കും. ഈ തവണ വിളിച്ചപ്പോൾ അവർ ബാക്കിയുള്ളതൊക്കെ വലിച്ചെറിഞ്ഞ് പ്രഹ്ലാദൻ പറയണത് മാത്രം കേട്ടിരിക്കാൻ തയ്യാറായി. നോക്കൂ ആ പ്രഹ്ലാദൻ്റെ ഒരു മാതൃക എന്താണെന്ന്. ആചാര്യന്മാരെ നിന്ദിക്കുന്നില്ല. അവർ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ സഹപാഠികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണമാക്കുക എന്നൊരു ലക്ഷ്യമൊഴികെ ആചാര്യനെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് ആ കുട്ടികളെ വിളിച്ച് പറയുന്ന ആ കുറേ ശ്ലോകങ്ങളുണ്ട്. ശ്ലോകം എന്നുള്ളതിന് ഞാൻ പറയുണ്ടായി, ഇനിയും പറയാം. ശോകം നീക്കുന്നതാണ് ശ്ലോകം. ആദികവി എന്നു പേരുള്ള വാൽമീകി മഹർഷി ഉണ്ടല്ലോ, രാമായണം എഴുതിയ ആൾ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് 2 പക്ഷികൾ, ഇണപ്പക്ഷികൾ. ഒരു വേടൻ വന്ന് ആ പക്ഷികളിൽ ഒരെണ്ണത്തിനെ എയ്തു. 2 എണ്ണത്തിനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ വെളുത്ത പക്ഷി അമ്പ് ചെയ്തപ്പോൾ ആ അമ്പ് കൊണ്ട് ചോരയൊലിച്ചിങ്ങനെ താഴ്ത്തു വരുന്നു. അത് കണ്ടപ്പോൾ സങ്കടം മറ്റേ ഇണപ്പക്ഷിക്ക് എത്രയുണ്ടാവുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പലരും ഇവിടെ ഇണക്കാരാണ്, നിങ്ങളറിയാം എത്രയുണ്ടെന്ന്. അത് താഴത്തും വരാൻ പറ്റില്ല, മുകളിലേക്ക് വിട്ടു പോകാനും പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിങ്ങനെ പരിതപിക്കുന്നു, നെഞ്ഞടറുക. അത് കണ്ടപ്പോൾ മഹർഷിയാണെങ്കിലും തൻ്റെ കുടുംബത്തെയൊക്കെ വിട്ടിരിക്കുന്ന ആളാണെങ്കിലും മനസ്സ് വല്ലാതെ ഉരുകി. ആ വേദന സഹിക്കുവയ്യാതെയാണത്രേ ആദ്യത്തെ പദ്യം പുറത്തു വന്നത്. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകം അവധീഹ് കാമമോഹിതം. നിന്റെ ദുരാശയെ മുൻനിർത്തി ഈ ഇണപ്പക്ഷികളിൽ ഒന്നിനെ നീ കൊന്നില്ലേ, നിന്റെ മനസ്സൊരിക്കലും പ്രതിഷ്ഠയില്ലാതെ പോട്ടെ എന്നുള്ള ഒരു തരത്തിലുള്ള വാക്യമാണ് വന്നത്. മഹർഷി അതിനെക്കുറിച്ച് ആലോചിച്ചു അത്രേ. ഈ ദുഃഖം സഹിക്കുവയ്യാതെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു ശ്ലോകം വന്നത്. അപ്പോൾ ഈ ശ്ലോകം എന്ന് പറയുന്നത് തന്നെ ശോകം നീക്കാനുള്ളതാണ്. അപ്പോൾ ആ ശ്ലോക രൂപത്തിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുലകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി യദാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ തദാ പുമാൻ മുക്തസമസ്തബന്ധനസ്തദ്ഭാവഭാവാനുകൃതാശയാകൃതിഃ നിർദഗ്ധബീജാനുശയോ മഹീയസാ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം. ഭാഗവതകർത്താവ് 2ാമത്തെ ശ്ലോകത്തിൽ പ്രഥമസ്കന്ധത്തിൽ എന്തു പറഞ്ഞുവോ അതുതന്നെയാണ് ഇവിടെ പ്രഹ്ലാദൻ ആവർത്തിക്കുന്നത്. ഭഗവാനെ, ഈശ്വരനെ ഹൃദയത്തിൽ അവരോധിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ രീതിയാണ് പറഞ്ഞു തരുന്നത്.
ഭക്തിപരിവേഷത്തോടുകൂടി. എങ്ങനെയാണ് ഭക്തി തുടങ്ങണത്? നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. ഈ ഭക്തി എന്ന് പറയുന്നത് വലിയൊരാവേശമാണ്. നാരദ മഹർഷി അതിനെ വിവരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? സാ കസ്മൈചിത് പരമപ്രേമരൂപ എന്നാണ്. അത് ആരോടെങ്കിലും പരമമായിരിക്കുന്ന ഒരു പ്രേമമാണതിൻ്റെ സ്വരൂപം. സാ പരാനുരക്തിരീശ്വരെ എന്ന് ശാണ്ഡില്യൻ നിർവചിക്കുന്നു. ഈശ്വരനോട് അങ്ങേയറ്റം തോന്നുന്ന അനുരാഗമാണതെന്ന്. അനുരാഗം എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. ഒരാളോട് നമുക്ക് സ്നേഹം തോന്നി എന്നിരിക്കട്ടെ, ആ സ്നേഹം മനസ്സിനെ സ്നിഗ്ധമാക്കും. അതോടുകൂടി ഒരു രസം, ഒരു സന്തോഷം അങ്ങനെ നുണഞ്ഞ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആരോട് തോന്നി സ്നേഹം എന്നുള്ളതല്ല, സ്നേഹം മനസ്സിനെ അലങ്കരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഈശ്വരനോട് അനുരാഗം തോന്നുന്നതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ പലരും ഈശ്വരനെ ഭയപ്പെടുന്നവരാണ്, ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. ഈശ്വരനോട് കൃതജ്ഞതയും കൂറും കടപ്പാടും നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈശ്വരനോട് അനുരാഗമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കളോട് അനുരാഗമുണ്ട്, കല്യാണം കഴിച്ചവരോട് നിങ്ങൾക്ക് അനുരാഗമുണ്ട്, ബന്ധുബാന്ധവന്മാരോടുണ്ട്, സ്നേഹിതന്മാരോടുണ്ടാകാം. അതേപോലെ ഒരു അനുരാഗം ഭഗവാനോടുണ്ടോന്നാ. സാധാരണ ഒരു മനുഷ്യൻ, അതൊരു സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ കുട്ടിയാകട്ടെ, ആ ആളോട് നമുക്ക് ഒരു 2 കിലോ അനുരാഗം തോന്നുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ മുഴുവനും അധിപനായിരിക്കുന്ന പരമകല്യാണ നിധിയോട് എത്ര കണ്ട് അനുരാഗം തോന്നണം? അതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ തുലനം ചെയ്യാനുള്ളൊരു വലിയ അവസരമാണ്. ആ അനുരാഗമാണ് നമുക്ക് ആവശ്യം വേണ്ടത്. ഇവിടെ ഇപ്പോൾ എന്താ പറയണത്? നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി. സാധാരണ ഈ ഭാഗവതം പ്രത്യേകിച്ചും എന്താ നമ്മോട് പറയണത്? മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ചാണ് അതിൽ ധാരാളം പ്രസംഗങ്ങൾ, അവതരണങ്ങൾ. ഒന്നിലോ മഹാവിഷ്ണുവിനെക്കുറിച്ച് നേരിട്ട് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം പല സന്ദർഭങ്ങളിലുമായി പല ജീവരാശികളിലും പല കാര്യങ്ങളും അസാധാരണമായി നേടിയെടുക്കാൻ വേണ്ടി അവതരിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയും. ആ അവതരണങ്ങൾ മുഴുവൻ എങ്ങനെയാ? നിശമ്യ കർമാണി ഗുണാൻ അതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി. ലീലാതനുഭിഹി, ഇങ്ങനെ നടക്കുന്ന അസാധാരണ ജന്മങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരു തരത്തിൽ ഡ്രാമയിൽ വേഷം കെട്ടുന്നത് പോലെ നേരം പോക്കായി, ലീലയായി, കളിയായി എടുക്കുന്ന തനുസ്സാണ്. എന്ന് വെച്ചാൽ ശരീരം. അപ്പോൾ ഭഗവാന്റെ എന്ത് ശരീരമുണ്ടെങ്കിലും ആ ശരീരമൊക്കെ ഒരു കളി ശരീരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നല്ലപോലെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഈ ലോകം മുഴുവനും ഒരു ലീലയാണെന്നാണ് ഭാഗവതം പല സന്ദർഭത്തിലും പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുണ്ടായി, ഒരു കളിപ്പന്താണ് ഭഗവാൻ ഈ ലോകം, ഈ സൃഷ്ടി എന്ന്. അങ്ങനെ ലീലാതനുസ്സുകളെ കൊണ്ട് എന്തെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? കർമാണി ഗുണാൻ അതുല്യാൻ, സാധാരണ മനുഷ്യരിലൊന്നും കാണാത്ത നിസ്തുലമായിരിക്കുന്ന ഗുണവിശേഷങ്ങളുണ്ട്. അത് ശ്രീരാമൻ്റെ എടുത്തോളൂ. ശ്രീരാമൻ ചെയ്ത ത്യാഗം, ആദ്യമായി രാജ്യം ഉപേക്ഷിച്ചത്, പിന്നെ ഭാര്യയെ ഉപേക്ഷിച്ചത്, അവസാനം ലക്ഷ്മണനെയും ഉപേക്ഷിച്ച് സരയൂ നദീ തീരത്ത് ചെന്ന് അങ്ങോട്ട് മേപ്പെട്ടു പോയത്, ജീവിതത്തിൽ മുഴുവൻ ത്യാഗമാണ്. മനുഷ്യർക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ സാധാരണ ആർക്കും ചെയ്യാൻ പറ്റാത്ത അസാധാരണവും അനന്യവും നിസ്തുലവും അനിതര സാധാരണവുമായിരിക്കുന്ന ഗുണങ്ങൾ, അതുമാതിരി കർമ്മങ്ങൾ. 2 കൈ മാത്രം ഉപയോഗിച്ച് 14,000 വരുന്ന ഖരദൂഷണ തൃശിരസ്സുമാരുടെ പടയെ ജനസ്ഥാനത്ത് വച്ച് ശ്രീരാമൻ ഒറ്റയ്ക്ക് നേരിട്ടു. ലക്ഷ്മണ, നീ ജ്യേഷ്ഠത്തിയമ്മയെ നോക്കി അവിടെ ഇരിക്കുക, ഞാൻ പോയി തന്നെ നേരിട്ടോളാന്ന്. 14,000 പടയെ 2 കൈയും ഒരു വില്ലുമായി ശ്രീരാമൻ നേരിട്ട് എല്ലാവരെയും വധിച്ചു. ഇത് സാധാരണക്കാർക്ക് സാധിക്കുന്നതാണല്ലോ, ആണോ? അതുമാതിരി ഇപ്പോൾ ഭാഗവതത്തിലാണെങ്കിൽ പല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളത് ഓരോന്നും ഇത് കേൾക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഭാഗവത ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം എന്താ? അത് കേൾക്കുന്നവരുടെ മനസ്സിൽ ഇമ്പവും കമ്പവും ഉണ്ടാക്കി തീർക്കണം. ആ ഇമ്പം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പറയുന്ന സംഗതികൾ മഹത്തായിരിക്കണം, ഗംഭീരമായിരിക്കണം. അതിൽ പരാക്രമങ്ങൾ, അതിൽ സാഹസങ്ങൾ, അതിൽ അനന്യമായിരിക്കുന്ന ഭാവങ്ങൾ, നേട്ടങ്ങൾ എല്ലാവരും വേണം. അപ്പോൾ സ്വതവേ നമ്മുടെ മനസ്സിനൊരു ഭ്രമമുണ്ട്, എന്ത്? അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ. അപ്പോൾ അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ കേൾപ്പിക്കുന്നത് ഒരു നല്ല മാർഗമാണ്.
പക്ഷേ ഭാഗവതം എന്തു ചെയ്യണു? അങ്ങനെ കേൾപ്പിക്കുന്നത് മുഴുവനും ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. കേൾക്കുന്നവരുടെ മനസ്സിൽ ഭക്തി ഉണ്ടാവണം. ആ ഭക്തി അവരുടെ ശരീരത്തിൽ പുളകം ചാർത്തണം, അവർക്ക് തൊണ്ടയടറണം, അവർക്ക് കണ്ണുനീര് ആനന്ദ ബാഷ്പം പൊരിയണം എന്നുള്ള ഉദ്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ട് യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗതം, ഇതൊക്കെ ഭക്തിയുള്ളവർക്ക് സ്വയം അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണ്. അതിഹർഷം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ഒരു സംഗതിയും ബാഹ്യമായിട്ടുള്ള ഒരു സംഭവമല്ല. ഇവിടെ ശാസ്ത്രത്തിൽ നിന്ന് വായിച്ചു കേൾക്കുന്ന കാര്യങ്ങളാണ്. ശ്രീമദ് ഭാഗവതം കേൾക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന സമയത്ത് ആ കേൾക്കുന്നത് കൊണ്ട് തന്നെ അതിഹർഷം, എക്സിലറേഷൻ, നല്ല ഒരു സന്തോഷം ഉണ്ടാവുന്നു, പുളകം, രോമാഞ്ചമുണ്ടാവുന്നു, ഗദ്ഗതം, തൊണ്ട ഇടറിപ്പോണു, പ്രോത്കണ്ഠ ഉദ്ഗായതി. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവക്താവ് പ്രത്യേകിച്ചും അതിന് പറ്റിയ ഒരാളാണ് ആഹ്വാനം ചെയ്തു എന്നുണ്ടെങ്കിൽ ആ പ്രവക്താവ് പറയും ഹരേ നാരായണ മുകുന്ദ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഇവരും ഇങ്ങനെ തുറന്നങ്ങോട്ട് പറഞ്ഞു തുറന്നു. ഒരു സദസ്സിൽ 100 ആളോ 1000 ആളോ ഉണ്ടെങ്കിൽ എല്ലാവരും പറയില്ല, ചിലർക്കേ ഈ ഭക്തി കിട്ടുള്ളൂ. അങ്ങനെ പ്രോത്കണ്ഠ, നാണവും ലജ്ജയും കലവറയുമില്ലാതെ ഉറക്കത്തന്നെ ഉദ്ഗായതി. ഒരു ശ്ലോകമാണെങ്കിൽ ആ ശ്ലോകം ഉറക്കെ അങ്ങോട്ട് പറയുക. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീഹി നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരിഃ. ഞാൻ ചിലപ്പോൾ സദസ്യരെ കൊണ്ട് ഈ ശ്ലോകം പ്രത്യേകിച്ചും പറയിപ്പിക്കാറുണ്ട്. അടുത്ത കാലത്ത് തൃപ്പയാറിനടുത്തൊരു സ്ഥലത്ത് എന്നെ സംസാരിക്കാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ സംസാരം അവസാനിച്ച് വരാൻ പുറപ്പെടുന്ന സമയത്ത് എന്നെ കൊണ്ടുപോയ ആൾ പറയുക, സ്വാമിജി എന്തെങ്കിലും ഒരു സ്തുതി ഇവർക്ക് പറഞ്ഞു കൊടുത്ത് ഇവരെ കൊണ്ട് ചൊല്ലിക്കണമെന്ന്. ഞാൻ ഈ ശ്ലോകമാണ് പറഞ്ഞ് എല്ലാവരെ കൊണ്ടും ചൊല്ലിച്ചു. എല്ലാവരും മുക്തകണ്ഠം അത് ഏറ്റുചൊല്ലി. എന്താ അവർക്ക് അങ്ങനെ തോന്നിയത്? എന്നാൽ പല ശ്രോതാക്കളുമുണ്ട്, അവർ മിണ്ടില്ല, കേട്ടിരുന്ന് കണ്ണടച്ച് അങ്ങോട്ട് പോവുകയുള്ളൂ. ചിലർക്കത് ഉറക്കെ ലജ്ജയില്ലാതെ പാടണം എന്ന് തോന്നും. ഭക്തി പ്രവേശിക്കുന്നതോടുകൂടി പാട്ട് മാത്രമല്ല കരച്ചിലും വരും. ചിലർ നൃത്യവും ചെയ്യും. ആ ഭഗവാന്റെ ലീലകളൊക്കെ വർണ്ണിക്കുമ്പോൾ അതുപോലെയാണ് താനും എന്ന് വിചാരിച്ച് ആടുന്നവരുണ്ട്. ഒരു നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ഈ വെളിച്ചപ്പാടന്മാരുണ്ട്. ആ വെളിച്ചപ്പാടന്മാർ പട്ടൊക്കെ കെട്ടിയിട്ട് അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കാറുണ്ട്. അതൊരു തരത്തിലുള്ള ആവേശമാണ്. പ്രോത്കണ്ഠ ഉദ്ഗായതിരൗതി നൃത്യതി, ഒരു ഭക്തിയുടെ ഒരു ഭാഗമാണ്. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. യഥാ ചിലപ്പോൾ ഗ്രഹഗ്രസ്ത ഇവ, ഈ പിശാച് പിടിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവനെ ബ്രഹ്മരക്ഷസ് പിടിച്ചിരിക്കുക, അവനെ ചെകുത്താൻ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ നോട്ടമൊക്കെ ഒന്ന് മാറി എന്തോ ആരോ എവിടെയോ നോക്കുന്ന മാതിരി നോക്കി സാധാരണ ദൃഷ്ടിയല്ലാത്തൊരു ദൃഷ്ടിയൊക്കെ ഉണ്ടാവും അത്രേ. ക്വചിത് ഹസതി, എന്നിട്ട് വല്ലാതെ അങ്ങോട്ട് ചിരിക്കും. ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം, ചിലപ്പോൾ നെലുവിളിക്കും. ധ്യായതി വന്ദതേ ജനം, ചിലപ്പോൾ കണ്ണടച്ചിരിക്കും. ജനങ്ങൾ വരുമ്പോൾ ഓ ഭഗവാൻ വന്നു, നാരായണ നാരായണ, ഹരേ ഹരി, വരൂ വരൂ എന്ന് പറയുന്നവരുണ്ട്. ഈ ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ഭക്തന്മാരെ വളരെ കുറവേ കാണാറുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 1-2 ആളെ കണ്ടിട്ടുള്ളൂ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ. ഞാൻ ഭാഗവതം എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ 7 കൊല്ലമായി. 8ാമത്തെ പുസ്തകമാണ് ഇക്കൊല്ലം ഡിസംബർ മാസത്തിൽ പാർലിക്കാട്ട് നൈമിഷാരണ്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്, റിലീസ് ചെയ്യാൻ പോകുന്നത്. ദശമസ്കന്ധത്തിൻ്റെ അവസാന ഭാഗമാണ്. ഇനി ഏകാദശവും ദ്വാദശവും 11ഉം 12ഉം സ്കന്ധങ്ങളെ ബാക്കിയുള്ളൂ. ഇതുവരെ എഴുതിയതെല്ലാം കൂടി 10ാം സ്കന്ധം പരിസമാപിപ്പിക്കാനായി 8 പുസ്തകങ്ങളാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ തവണത്തെ പുസ്തകം എഴുതുമ്പോൾ ഈ കൃഷ്ണൻ്റെ ഭാഗങ്ങളൊക്കെ എഴുതേണ്ടി വരിക. അപ്പോൾ ഒരു സമയത്ത് ഞാൻ വല്ലാതെ പൊട്ടിച്ചിരിച്ചു എന്ന് പറഞ്ഞാൽ വല്ലാതെ ചിരിച്ചു. കുലുങ്ങിയ ചിരി. എന്താ കാരണം? കൃഷ്ണൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. എന്താ ഈ കൃഷ്ണൻ്റെ കാര്യം? കുട്ടിയായിരിക്കുമ്പോൾ ഗോപസ്ത്രീകളുടെ ഗൃഹത്തിലൊക്കെ ചെല്ലും, എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ്. ഒരു കുട്ടിയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ആർക്കും. ഇന്നും ആ ബാലഗോപാലൻ്റെ ആ വെണ്ണ കെക്കുന്നതോ മയിൽപ്പീലി ചൂടിയിട്ടുള്ളതോ ആയിട്ടുള്ള കൃഷ്ണൻ്റെ പടങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഏതോ എവിടെയോ എങ്ങാണ്ട് ജനിച്ചിട്ടുള്ളതാണ് മഹർഷി പറഞ്ഞു തന്നിരിക്കുന്നു. ആ ചിത്രം നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമുക്കൊരു ആഹ്ലാദമാണത്. ആ കൃഷ്ണൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ കുസൃതികളും, ഞാൻ എപ്പോഴും പറയുന്നത് കൃഷ്ണൻ ഒരു കുസൃതി കൊടുക്കുകയാണെന്നാണ്. എല്ലാ വിധത്തിലുള്ള കുസൃതികളും ഈ കൃഷ്ണൻ്റെ ഇതിലുണ്ട്. അപ്പം അങ്ങനെ പല സ്ഥലത്തും പോയി ആ ഗോപസ്ത്രീകൾ അന്നൊക്കെ മെഴുകുക എന്നൊരു സമ്പ്രദായമുണ്ട്. ചാണവും കരിയും കൂട്ടി മെഴുകുക. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ അമ്മ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വീട്ടിൽ മെഴുകാറുണ്ട്.
ചാണവും കരിയും കൂട്ടിയിട്ട്. അങ്ങനെ മെഴുകി വെടുപ്പാക്കിയുള്ള സ്ഥലം കണ്ടാൽ കൃഷ്ണന് പെട്ടെന്ന് അവിടെ ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നും അത്രേ. ആ വെടുപ്പായിട്ടുള്ള ഒരു സ്ഥലം കണ്ടാൽ ആ സന്തോഷം കൊണ്ടാണ്. ആ സന്തോഷം കൊണ്ട് സാധാരണ ഈ മൂത്രസഞ്ചിയിൽ നിറഞ്ഞിട്ടുള്ള മൂത്രം പെട്ടെന്ന് കുട്ടിയല്ലേ, നാണമൊന്നുമില്ലല്ലോ, ടപ്പെന്ന് അവിടെ പോവും. അവർ വന്ന വെടുപ്പാക്കിയിട്ടുള്ള സ്ഥലത്ത് കൃഷ്ണൻ മൂത്രമൊഴിച്ചു എന്നൊരു ആക്ഷേപം ഉണ്ടെങ്കിലും ഒഴിച്ച കൃഷ്ണൻ്റെ മുഖം കണ്ടാൽ അവർക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. ഈ ഏർപ്പാടും ഭാഗവതത്തിൽ മഹർഷി എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആലോചിച്ച് ഞാൻ ചിലപ്പോൾ കുളിക്കാൻ കുളിക്കുമ്പോഴും ഒക്കെ പൊട്ടി ചിരിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനെ ചിരിക്കാറുണ്ട് അത് ആലോചിച്ച്. അപ്പോൾ ഈ ചിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും അതങ്ങനെ വില കുറച്ച് കാണണ്ട. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി ആക്രന്ദതേ, നിലവിളിക്കും ചെയ്യും. അയ്യോ കൃഷ്ണ, എത്ര കാലമായി ഞാൻ വിളിക്കണു, എത്ര ദിവസമായി കാണുന്നില്ലല്ലോ, എൻ്റെ വിഷമങ്ങൾ പരിഹരിക്കാൻ പറ്റണില്ലല്ലോ, എന്തായി കൃഷ്ണ എന്നിങ്ങനെ വിളിക്കുന്നവരുമുണ്ട്. ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. അങ്ങനെ ഭക്തി ഇങ്ങനെ മൂത്ത് അത് മനസ്സിലും ശരീരത്തിലും പ്രസരിച്ചു തുടങ്ങി. മുഹുശ്വസൻ ഭക്തി, ഒരു ദീർഘശ്വാസം, പെരുമൂച്ച് എന്ന് പറയുന്നത് വരും. 7 വയസ്സാണ് പ്രഹ്ലാദനെങ്കിലും ആ കുട്ടി ഭക്തിയെ വിവരിക്കുന്നതും ഭക്തന്മാരിലുണ്ടാകുന്ന ആവേശവും പാരവശ്യവുമെല്ലാം വിവരിക്കുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. ആ ശ്രദ്ധയാണ് ഭക്തിയിൽ പ്രധാനമായിട്ടുള്ള കാര്യം. ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ദിവ്യമായിരിക്കുന്ന ഒരു ശക്തി, ഒരു ഊർജമാണത്. അത് നമ്മുടെ മനസ്സിലോ ബുദ്ധിയിലോ ആന്തരമായിരിക്കുന്ന വ്യക്തിത്വത്തിലോ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെത്താനെ സാധാരണ നിലയ്ക്കുള്ള പരിസരബോധങ്ങളും നാണവും ലജ്ജയും കലവറയും എല്ലാം വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുന്ന സമയത്താണ് ഈ മാതിരിയുള്ള പ്രകടനങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ ഒരു 19 കൊല്ലം മുൻപ് കേരളത്തിൽ അങ്ങ് തൊട്ട് ഇങ്ങോളം ഭഗവത്ഗീതയെ ആധാരമാക്കി ജ്ഞാനയജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അന്നൊക്കെ 14 ദിവസവും 21 ദിവസവുമാണ് വൈകുന്നേരം 2 മണിക്കൂർ നേരം സംസാരിക്കുക. അതിൻ്റെ അവസാനത്തെ ദിവസത്തിൽ ഒരു നാമസങ്കീർത്തന യാത്ര എന്ന് പറഞ്ഞ് 100 കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് പൊതുനിരത്തിലൂടെ ഹരേ രാമ എന്ന് പറയുന്ന ആ മഹാമന്ത്രമുണ്ടല്ലോ, അത് ജപിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ പോവാറുണ്ട്. ചില സ്ഥലത്തൊക്കെ ഒരു 1/2 കിലോമീറ്റർ, 1 കിലോമീറ്റർ, 1.5 കിലോമീറ്ററൊക്കെ അങ്ങനെ പോകും. തൃശ്ശൂരിലെ തിരുവമ്പാടിയിൽ നിന്ന് പുറപ്പെട്ട് പാർമേക്കാവിലൂടെ കടന്ന് സുപ്രസിദ്ധമായ റൗണ്ടൊക്കെ പ്രദക്ഷിണം വെച്ചിട്ടാണ് ഞങ്ങൾ അവസാനം ശ്രീമൂലസ്ഥാനത്ത് എത്തിക്കൊണ്ടിരുന്നത്. വളരെയധികം ഭക്തിയോടുകൂടി ആടിപ്പാടി അങ്ങനെ ആഹ്ലാദഭരിതരായിട്ടാണ് ഭക്തജനങ്ങൾ പോവുക. ഇതേമാതിരി ഒരു നാമസങ്കീർത്തന പദയാത്ര ചേന്ദമംഗലത്ത് വെച്ച് നടത്തി. അപ്പോൾ എൻ്റെ കൂടെ ആണ്ടവൻ മണി എന്ന് പറഞ്ഞ് അന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വലിയ ഒരു മുരുകഭക്തനാണ്, സ്കന്ദഭക്തൻ, സുബ്രഹ്മണ്യ ഭക്തനാണ്. ആ ആടിപ്പാടി ഞങ്ങളങ്ങനെ ജപിച്ച് എൻ്റെ കയ്യിൽ ഇലത്താളവും ഉണ്ട്. ഞാനും ഇങ്ങനെ പാടിക്കൊണ്ട് തന്നെയാണ് പോണത്. എൻ്റെ അടുത്ത് ഇദ്ദേഹമുണ്ട്. അവസാനം ഒരു സ്ഥലത്തങ്ങോട്ട് എത്തിയപ്പോൾ ഇദ്ദേഹം വാ വിട്ട് അങ്ങോട്ട് കൂവിത്തുടങ്ങി. ഹാ ഹാ, സഹിക്കാൻ വയ്യ, എൻ്റെ മനസ്സിലുള്ള ആനന്ദം എനിക്ക് പൊറുക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജനങ്ങളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കൂവി ലഹള കൂട്ടിയാൽ ബുദ്ധിമുട്ടാണല്ലോ, ഒരു പ്രതിബന്ധമാണല്ലോ. അദ്ദേഹത്തിനത് പരമസന്തോഷമാണ്, ഒരു ക്രമം വിട്ടിട്ടുള്ളതായ ഒരു നിലവിളിയാണത്. അപ്പോൾ ഞാൻ കൈ പിടിച്ച് മാറത്ത് 2-3 തട്ട് തട്ടി അദ്ദേഹത്തിനെ ശാന്തമാക്കി. എന്തിനാ ഞാൻ ഈ എപ്പിസോഡ്, ഈ സംഭവം വിവരിക്കണതെന്നറിയോ? ഈ ഭാഗവതത്തിൽ പറയുന്ന ഒരു പൊട്ടുപോലും, ഒരു വാക്ക് പോലും അധിക പ്രസംഗമല്ല, അതിശയോക്തിയല്ല ഈ മാതിരി ഭാഗങ്ങളിൽ. അപ്പോൾ പ്രഹ്ലാദൻ ആ ഭക്തി പാരവശ്യം വിവരിക്കുന്നു. അദ്ദേഹത്തിന് 7 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അപ്പോൾ 70കാർക്ക് എത്രത്തോളം പാരവശ്യം വേണം എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സ്വയം ആലോചിച്ച് നോക്കണം. ബാക്കിയുള്ളവരോടും പറയണം. മുഹുശ്വസൻ ഭക്തിഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർ ഗതത്രപഃ. ഇങ്ങനെ പാരവശ്യത്തിന് വിധേയമായി ചിരിക്കേ, കരയേ, അട്ടഹസിക്കേ, ലഹള കൂട്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ അതിന് സാധാരണയുള്ള ശ്വാസം മതിയാവില്ല. നമ്മളെ നിശ്വാസങ്ങളെല്ലാം അതിന് ശക്തി കൂടും. അതിന് പെരുമൂച്ച് വലിയ ശ്വാസം എന്ന് പറയും. അങ്ങനെ മുഹുശ്വസൻ ഭക്തി, വേണ്ടത്ര ശ്വാസമെടുത്തുകൊണ്ട്
അങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട് ഭക്തി പറയുന്നു. എന്താ പറയണത്? ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ. സാധാരണ ഇങ്ങനെ ഉറക്കെ ഒന്ന് പറയാൻ, ഭഗവത് നാമമായാലും പറയാൻ ആരും തയ്യാറാവാറില്ല. എന്താ കാരണം? സ്വാഭാവികമായിരിക്കുന്ന ലജ്ജ. നാം കുട്ടികളോടക്കം പറയാറുള്ളത് അടക്കി സംസാരിക്കണം, എല്ലാവരും ഉള്ളപ്പോൾ ശബ്ദം കൂട്ടരുത്. അങ്ങനെ അടക്കി ഒതുക്കി എന്നുള്ള ഭാഷയിൽ നിയന്ത്രണവും നിയമനവും നിഷ്ഠയുമെല്ലാം പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള നമ്മൾ ഭഗവാന്റെ നാമം പറയുന്നിടത്ത് ഈ വക അടക്കങ്ങളൊന്നുമല്ല ആവശ്യം. നേരെ മറിച്ച് വായ തുറക്കുന്ന പോലെ മനസ്സും ഹൃദയവും തുറന്നങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ എളുപ്പമാർക്കും സാധിക്കില്ല. എന്നാൽ ഭക്തി സാർത്ഥകമാകണമെങ്കിൽ അത് ഉള്ളിൽ വേണ്ടത്ര പരിവർത്തനവും പവിത്രതയും വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു കലവറയുമില്ലാതെ ഈശ്വരൻ്റെ നാമങ്ങൾ പറയണം. ഈ ഈശ്വരനാമങ്ങൾ പറയുക എന്ന് പറയുന്നത് ഭക്തിനിഷ്ഠയുടെ ഒരു ഭാഗമാണ്. ഭക്തിക്ക് അതിലും ഉയർന്ന നിലവാരമുണ്ട്. അതിനെപ്പറ്റി ഭാഗവതം വേണ്ടത്ര പറയുന്നുണ്ട്. ഇതൊക്കെ ഉപശമിക്കുന്ന ഒരു നിലയുമുണ്ട്. ഇവിടെ തന്നെ പ്രഹ്ലാദൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. കേൾക്കാം നിങ്ങൾക്ക്. അപ്പം ഇങ്ങനെ ഹരേ ജഗത്പദേ നാരായണ എന്നിങ്ങനെ ആത്മമതിർഗതത്രപഹ, ഒരു വിധത്തിലുള്ള പേടിയോ ലജ്ജയോ കലവറയോ ഇല്ല. ആത്മമതിഹി. എന്താ ഈ വാക്കിനർത്ഥം? മറ്റെല്ലാം മറന്ന് ഭഗവാന്റെ പേര് ഉറക്കെ പറയുന്നതോടുകൂടി ഈ ലോകത്തിന് നമ്മളോടുള്ളതായ സ്പർശവും ബന്ധവും സ്വാധീനവും എല്ലാം തന്നെ അങ്ങനെ അസ്തമിച്ചു പോവുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ, നാഭിയിൽ നിന്ന് പുറപ്പെട്ട് ഹൃദയത്തിൽ വ്യാപിച്ച് കണ്ഠത്തിലേക്ക് പ്രവേശിച്ച് നാവിനെയും മൂക്കിനെയും ചുണ്ടിനെയും ഉൾക്കൊണ്ട് പുറത്തു വരുന്ന ആ പൂർണ്ണമായിരിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, ധ്വനി. ആ ശബ്ദനാളങ്ങൾ മുഴുവൻ അതിൽ പങ്കെടുത്ത് പുറപ്പെടുവിക്കുന്നതായ ശബ്ദം, ആ ശബ്ദം ദേഹത്തിലും മനസ്സിലും ബുദ്ധിയിലും വരുത്തുന്ന മംഗളമായിരിക്കുന്ന സ്വാധീനം, അത് വരുത്തുന്ന പവിത്രത നമുക്ക് ആർക്കും വർണ്ണിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ തദാ പുമാൻ മുക്ത സമസ്ത ബന്ധന തദ്ഭാവഭാവാനുകൃതാശയാകൃതി നിർദഗ്ധ ബീജാനുശയോ മഹീയസ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം. എത്ര പറഞ്ഞാലും ആവില്ല ഈ ശ്ലോകത്തിൻ്റെ മഹിമ. തഥാ, ഈ ഭക്തിക്ക് വിധേയമായി ഇങ്ങനെയുള്ള പ്രകടനങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ പുമാൻ, സാധാരണ മനുഷ്യൻ, ആ മനുഷ്യൻ പാമരനാകട്ടെ പണ്ഡിതനാകട്ടെ, സമ്പന്നനാകട്ടെ അസമ്പന്നനാകട്ടെ, വിദ്വാനാകട്ടെ അവിദ്വാനാകട്ടെ, ചെറുപ്പക്കാരനോ മുതിർന്നവനോ പുരുഷനോ സ്ത്രീയോ എന്നുള്ള വ്യത്യാസമില്ല. ദേശകാലങ്ങൾ ആ ഭേദങ്ങളില്ല. ഏത് ഭാഷയിൽപ്പെട്ട ആളായാലും ഏത് രാജ്യത്തിൽപ്പെട്ട ആളായാലും ഇത് ഇന്ത്യക്കാർക്ക് മാത്രമാണ് ഈ പറയുന്നത് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. പാഞ്ചഭൗതികമായിരിക്കുന്ന ഒരു മനുഷ്യ ശരീരം, അതിൻ്റെ ഉള്ളിൽ സഹജമായി പ്രവർത്തിക്കുന്ന വികാരഭൂയിഷ്ടമായിരിക്കുന്ന മനസ്സ്, ആലോചനാശീലമുള്ള ബുദ്ധി, ഇവയെല്ലാം താങ്ങി നിർത്തുന്ന ഒരു അഹങ്കാരം, എല്ലാറ്റിനും അധിഷ്ഠാനമായിരിക്കുന്ന പരമാത്മാവ്, ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിത്വം ഭൂമണ്ഡലത്തിലോ അല്ല വേറെ മണ്ഡലങ്ങളിലോ എവിടെ ആയിക്കോട്ടെ അവർക്കൊക്കെ ബാധകമാണ്, അവർക്കൊക്കെ സാധുവാണ് ഈ പറയുന്നത് മുഴുവനും. തഥാ പുമാൻ എന്ത് സംഭവിക്കുന്നു ആ ഭക്തന്? മുക്തസമസ്തബന്ധന. ഞാൻ മുമ്പും പറഞ്ഞു, ഭക്തി കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ഒരേ ഒരു ലക്ഷ്യം മുക്തിയാണെന്ന്. ആ ഭക്തി മുക്തി ഉണ്ടാക്കി തരുന്നത്, ഉളവാക്കി തരുന്ന ആ പ്രകൃതമാണ് ഇവിടെ പ്രഹ്ലാദൻ വിവരിക്കുന്നത്. എന്ന് വെച്ചാൽ വേദവ്യാസ മഹർഷി പ്രഹ്ലാദനിലൂടെ ഭക്തജനങ്ങൾക്കും അനുവാചകന്മാർക്കും എല്ലാം കൂടി പറഞ്ഞു തരണു, മനസ്സിലാക്കണു എന്നാണ് നാം ഗ്രഹിക്കേണ്ടത്. മുക്തസമസ്തബന്ധന, എല്ലാ വിധത്തിലുള്ള ബന്ധവും. എന്താ ഈ എല്ലാ വിധത്തിലുള്ള ബന്ധവും എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് തന്നെക്കുറിച്ച് ചില കെട്ടുപൂട്ടുകളും നാണവും മാനവും ഒക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ എന്ത് കൊണ്ടു കൊടുക്കും, പുറത്തു പോകുന്ന സമയത്ത് അതുമാതിരി ചെയ്യില്ല. അഴുക്കൊക്കെ കുറേശ്ശെ വീട്ടിലാകാം, പുറത്തു പോയാൽ അങ്ങനെ പറ്റില്ല. ലഹള കൂട്ടിക്കൊണ്ടിരിക്കും വീട്ടംഗങ്ങൾ. പെട്ടെന്ന് ഒരു അതിഥി വന്ന് കയറിയാൽ എല്ലാവരും മിണ്ടാതെയാവും, ഒരക്ഷരം മിണ്ടില്ല പിന്നെ. അപ്പോൾ വ്യക്തിഗതമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളും നിഷ്ഠകളും ഒക്കെ നമുക്കുണ്ട്, അടക്കങ്ങൾ. അതേമാതിരി ഒരു കുടുംബീയമായിട്ടുള്ള അടക്കങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. സമാജീയമായിട്ടുള്ളത്, ദേശീയമായിട്ടുള്ളത്, ഗ്ലോബലായി വിശ്വവ്യാപകമായിട്ടുള്ളതുണ്ട്. ഇതൊക്കെ ഒരു നിലയ്ക്ക് നോക്കിയാൽ ബന്ധനമാണ്. നമ്മുടെ മനസ്സിൻ്റെ പ്രകടനത്തെയും പ്രവൃത്തിയെയും
നിയന്ത്രിതമാക്കി നിർത്തുന്ന പല അടക്കങ്ങളും നിയന്ത്രണങ്ങളുമാണ് ഇത് മുഴുവനും. അത് മുഴുവനും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞങ്ങോട്ട് പോവത്രേ. മുണ്ടകോപനിഷത്ത് പറയുന്നത് മാതിരി ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ആ ഹൃദയത്തിലുള്ള ഗ്രന്ഥി തന്നെ അങ്ങോട്ട് പൊട്ടും. സമസ്തബന്ധന തദ് ഭാവഭാവാനുകൃതാശയാകൃതി. എങ്ങനെയാണ് അത് പൊട്ടണത്? സാധാരണ ഒരു അമ്മ കുട്ടിയെപ്പറ്റി വിചാരിക്കുന്നത് മാതിരി, പുതിയതായിട്ട് കല്യാണം കഴിച്ച ദമ്പതികൾ പരസ്പരം സ്മരിച്ചിരിക്കുന്നത് മാതിരി, പുതിയതായ കുട്ടിയെക്കുറിച്ച് എല്ലാവരും ഉത്കണ്ഠയോടുകൂടി ചിന്തിക്കുന്നത് മാതിരി നമ്മുടെ മനസ്സിൽ ഈ ഈശ്വരനെ പറ്റി, കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, ശിവനാണെങ്കിൽ ശിവൻ, ദേവിയാണെങ്കിൽ ദേവി, അയ്യപ്പനാണെങ്കിൽ അയ്യപ്പൻ, ആ പരമേശ്വരനെക്കുറിച്ച്, ആ ശ്രീഹരിയെക്കുറിച്ച് തദ് ഭാവാനുകൃതാശയാകൃതി. ഇപ്പോൾ കൃഷ്ണനെക്കുറിച്ചാണ് ഇവിടെ പറയണത് എന്നുണ്ടെങ്കിൽ ആ കൃഷ്ണൻ കുട്ടിയായിരിക്കുമ്പോൾ എങ്ങനെ കളിച്ചു, എങ്ങനെ വണ്ണകെട്ടു. ഒരു ദിവസം മാർബിൾ വിരിച്ചിരിക്കുന്ന ഒരു നിലം, അവിടെ ഇങ്ങനെ മുട്ടുകുത്തി നടക്കുകയാണത്ര കൃഷ്ണൻ. അപ്പം മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് ആ മാർബിൾ ഫ്ലോറിൽ ഒരു പ്രതിബിംബം തൻ്റെ കണ്ടിട്ട് ആ പ്രതിബിംബത്തിന് ഒരു കുട്ടിയാണ് കണ്ടത്. സാധാരണ കൃഷ്ണൻ തൻ്റെ മുഖം കാണാറില്ലല്ലോ. മുട്ടുകുത്തി നടക്കുമ്പോൾ നമ്മൾ കാണുന്ന മാതിരി കൃഷ്ണന് കാണാൻ പറ്റില്ല. അവിടെ മുട്ടുകുത്തി ഒരു കുട്ടി നടക്കണു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കിട്ടാനായിട്ട് ലഹള കൂട്ടി അമ്മയുടെ അടുത്ത് കരഞ്ഞു എന്ന് പറഞ്ഞ് ലീലാശുകൻ വിവരിച്ചിട്ടുണ്ട്. എന്താ ഈ ലീലാശുകൻ ഇത് വിവരിക്കാൻ കാരണം? ആ കൃഷ്ണനോട് കൂടിയിട്ടുള്ള താതാത്മ്യം ആ ഒന്നായി തീരലാണ്. അപ്പോൾ ഭഗവാൻ ചെയ്തതൊക്കെ എന്താ? അതിൻ്റെ ചില ഭാഗങ്ങൾ, ചില രംഗങ്ങൾ, ചില പ്രവൃത്തികൾ, ചില അഭിനയങ്ങൾ, ഇതൊക്കെ നമ്മളും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു തുടങ്ങും. അതുപോലെ ആയിത്തീരുമത്രേ. അങ്ങനെ നമ്മുടെ മനസ്സ് കൃഷ്ണമയമോ വിഷ്ണുമയമോ ഹരിമയമോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിർദഗ്ധബീജാനുശയോ മഹീയസാ ഭക്തി പ്രയോഗേണ. നമ്മുടെ മനസ്സിൽ കർമ്മവാസനകൾ എന്ന് പറയുന്നത് രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും ഉണ്ടാക്കുന്നതായ പല വാസനാശക്തികളും അതിസൂക്ഷ്മമായി കിടക്കുന്നു. ഇത് ജന്മത്തിൽ തന്നെ ഏതേത് കുടുംബത്തിൽ ജനിച്ചുവോ ആ കുടുംബത്തിൽ നിന്ന് കുറേയൊക്കെ ഇൻഹെറിറ്റൻസ് നമ്മൾ ജനിക്കുന്ന സമയത്ത് പൈതൃകമോ പാരമ്പര്യവുമായി നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മളെ വളർത്തിയിട്ടുള്ള ചുറ്റുപാടിലും ആ വളർത്തുന്ന ക്രമത്തിലൂടെ കുറച്ചങ്ങോട്ട് വരും. അങ്ങനെ ഒരു 15, 16, 18 വയസ്സാവുമ്പോഴാണ് സ്വന്തമായ ഒരു വ്യക്തിത്വം വരുന്നത്. അത് വരുമ്പോഴേക്കും തന്നെ പല കർമ്മവാസനകളും നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടാവും. അതിൽ പകുതി ഇൻഹെറിറ്റഡാണ്, പൂർവജന്മാർജിതമാണ്, ജനിക്കുന്നതിന് മുൻപ് കിട്ടിയതാണെന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ ജനിച്ചതിന് ശേഷം വളർത്തുന്നതിലും വളരുന്നതിലും പെട്ടതാണ്. അങ്ങനെയുള്ള വാസനകൾ മുഴുവൻ നിർദഗ്ധ ബീജ അനുശയോ. ഈ വാക്കുകൾക്കൊക്കെ വലിയ അർത്ഥമാണ്. സാധാരണ വിത്തുകളൊക്കെ മുളയ്ക്കും. ആ വിത്തൊന്ന് വറുത്താലോ അത് മുളയ്ക്കില്ല. അങ്ങനെ വറുത്ത വിത്തുകളെ പോലെ ഈ വാസനകൾ മുഴുവൻ ഈ ഭക്തി എന്ന് പറയുന്ന മൂശയിൽ, ആ ചട്ടിയിൽ അതങ്ങോട്ട് വറുത്ത് ഇല്ലാതെയായി മുളയ്ക്കില്ല എന്നുള്ളൊരു നില വരുമത്രേ. അങ്ങനെ വന്നാലോ മഹീയസാഭക്തി പ്രയോഗേണ. മഹീയസ എന്ന് വെച്ചാൽ വളരെ പ്രബലമായിട്ടുള്ളത്, ശക്തിമത്തായിട്ടുള്ളത്, ആഴത്തിലിറങ്ങാനും എത്ര വേണമെങ്കിൽ വികസിക്കാനും വിസ്താരമാകാനും സാധിക്കുന്നത്, എത്ര വേണമെങ്കിലും ഉത്തുംഗമാക്കി തീർക്കാനും പറ്റുന്ന ആ ഭക്തിക്കുള്ള പ്രഭാവം കൊണ്ട് സമേത്യധോക്ഷജം. എല്ലാവരും വളരെ ശ്രദ്ധ വച്ച് കേട്ട് ഗ്രഹിക്കേണ്ടതാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ എഴുതുന്ന ഭാഗവതം നിങ്ങൾ വേണ്ടതുപോലെ കേട്ട് ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കും എന്നുണ്ടെങ്കിൽ എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ആ ചൈതന്യമൂർത്തിയെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അവരോധിക്കാൻ സാധിക്കും. നാം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് ശില്പി കൊത്തിയുണ്ടാക്കിയിട്ടുള്ള ഒരു വിഗ്രഹമാണ്. അത് ഭഗവാന്റെ ഒരു പ്രതീകമാണെന്ന് വിചാരിച്ച് അതിന് കണ്ണും മൂക്കും കാതും കയ്യും കാലും വയറും പൊക്കിളും എല്ലാം ഉണ്ടാക്കി നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ടോ ആ പ്രതിഷ്ഠിച്ച കല്ലിനെ ദൈവം ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ചൈതന്യം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ആ പ്രതിഷ്ഠിക്കുന്ന തന്ത്രിവര്യന്മാർ അവരുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളിലൂടെ, മന്ത്രങ്ങളിലൂടെ, തന്ത്രങ്ങളിലൂടെ അതിൽ അകത്തു നിന്നുള്ള ഈശ്വരീയമായ ചൈതന്യം അതിൽ നിവേശിപ്പിക്കുമ്പോഴാണ് അത് ദൈവമായി തീരുന്നത്. അതാണ് ക്ഷേത്രാചാരങ്ങൾ പ്രകാരം എല്ലാ ബിംബത്തിൻ്റെയും വിഗ്രഹത്തിൻ്റെയും അച്ഛൻ, പിതാവാണത്രേ പ്രതിഷ്ഠിച്ച തന്ത്രി. അച്ഛന് മകൻ എങ്ങനെയോ അതുപോലെയാണ് ഒരു തന്ത്രി ക്ഷേത്രപാലന്. ഇടയ്ക്കിടയ്ക്ക് തന്ത്രിവര്യൻ വന്ന് പൂജിക്കുക, കണ്ണടച്ച് തപസ് ചെയ്യുക, ആരാധിക്കുക എന്നൊക്കെ വന്നാൽ മകൻ എന്ന് പറയുന്ന ആ ദൈവത്തിന് വലിയ ഇഷ്ടമാണത്രേ. തന്ത്രിപൂജ വളരെ അത്യാവശ്യമാണ്. നിത്യപൂജ സാധാരണ ശാന്തിക്കാരൻ മാത്രം നടത്തിയാൽ പോരാ. എന്തിനാ ഞാനിത് പറഞ്ഞത്? നാം പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹങ്ങളിൽ പോലും അതിൽ ആ ഈശ്വരീയത, ആ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് നാം അവരോധിക്കുന്നതാണ്.
അപ്പോൾ ഗുരുവായൂരെ പോലെയുള്ള മഹാക്ഷേത്രം, തിരുപ്പതി പോലെയുള്ള മഹാക്ഷേത്രം, ശബരിമല പോലെയുള്ള മഹാക്ഷേത്രം, ഇവിടെയെല്ലാം ഉള്ള ദേവസാന്നിധ്യം എവിടുന്ന് കിട്ടിയതാ? അത് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് പ്രവഹിച്ച് അങ്ങോട്ട് പോണതാ, പ്രസരിച്ച് അങ്ങോട്ട് പോണതാ. അപ്പോൾ എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നാം ഈ ആരാധിക്കുന്നതായ ആരാധനാമൂർത്തികൾക്കാണോ ശക്തിയും സ്വാധീനവും ദിവ്യത്വവും കൂടുതൽ, അതോ അതിലെ ദിവ്യത്വം അഭിനിവേശിപ്പിച്ച മനുഷ്യ മനസ്സിനോ എന്ന് ചോദ്യം വളരെ പ്രസക്തമാണ്, ഗാഠമാണ്, ഗഹനമാണ്, സാന്ദ്രമാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണത്. ആ ചോദ്യം നല്ലപോലെ മനസ്സിലാക്കി സ്വയം ഉത്തരം കണ്ടെത്താൻ നോക്കൂ. ഈ സന്ദർഭത്തിൽ മഹീയസാ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം, ആ പ്രബലമായിരിക്കുന്ന ഭക്തിയുടെ പ്രയോഗം കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലുള്ള കെട്ടുപൂട്ടുകളെല്ലാം പോയി, ലജ്ജ പുറത്തുപോയി, കലവറകളെല്ലാം നീങ്ങി, ഉള്ളിലുള്ള അനാവശ്യമായ കവാടങ്ങളെല്ലാം തുറന്ന് ഭഗവാന് പ്രവേശിക്കാൻ, ഭഗവത് ചൈതന്യത്തിന് പ്രവേശിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി തീർന്നിട്ട് സമേത്യ അധോക്ഷജം, അധോക്ഷജനെ പ്രാപിക്കുന്നു. അധോക്ഷജൻ എന്നുള്ള വാക്ക് ശ്രീമദ് ഭാഗവതം പ്രത്യേകമായി ഉപയോഗിക്കുന്നതാണ്. എന്താ ഈ അധോക്ഷജൻ എന്നുള്ള വാക്കിന് അർത്ഥം? അക്ഷം, അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. നമുക്ക് എല്ലാം കൂടി 5 ഇന്ദ്രിയങ്ങളാണ്. ആ 5 ഇന്ദ്രിയങ്ങളെ ഒന്നിച്ച് പ്രതിനിധാനം ചെയ്ത് പറയുന്ന, സൂചിപ്പിക്കുന്നതായ ഒരു ശബ്ദമാണിത് പ്രതിനിധി രൂപത്തിൽ. അപ്പോൾ കണ്ണുകൊണ്ട് കാണണു, കാതുകൊണ്ട് കേൾക്കണു, മൂക്കുകൊണ്ട് മണത്തറിയണു, നാവ് കൊണ്ട് രുചിക്കണു, ത്വക്ക് സ്പർശിക്കണു. ഇങ്ങനെ ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന 5 രൂപത്തിൽ മാത്രമേ വിശാലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും നമുക്ക് ഗ്രഹിക്കാനും അനുഭവിക്കാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുള്ളൂ. ആ ഇന്ദ്രിയങ്ങളുടെ എല്ലാറ്റിൻ്റെയും കൂടിയുള്ള ഒരു പ്രതിനിധി രൂപത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് അക്ഷം. അക്ഷജം, അധോക്ഷജം. അദ്വൈതബോധാബ്ജസഹസ്രരശ്മി ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു.